ഹല്ലേലൂയ. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ അവൻ വല്ലഭനായ കർത്താവാണ്. ഇന്ന് രാത്രിയിലും നമുക്ക് ചേർന്ന് അവനെ വാഴ്ത്തി സ്തുതിക്കാം. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്ത കർത്താവിനെ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
ആശ്രയം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമ്മുടെ ആശ്രയം എവിടെയാണ്? ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയം വെച്ചാൽ അവരെല്ലാവരും മാറിപ്പോകും. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിൽ ആശ്രയം പ്രാപിക്കുന്നവർ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. അവർ വീണു പോകുമെന്ന് തോന്നിയാലും അവരെ നിർത്തുന്ന ഒരു ദൈവകൃപയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആശ്രയിപ്പാൻ നമുക്കൊരു നല്ല കർത്താവുണ്ട്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. താങ്ക് യു, താങ്ക് യു. This meeting is being recorded. Praise the Lord. എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശംസമനാദന റബാസിഗനാരി ഭാലി ഘടകദബക ശന്തലേ സുദരദുല ഘടകദബക ശന്തരി സീം സമാന റബാന ബാരികലാ ഡിഖാദിബക ശന്തല. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന സ്വർഗീയ ദൈവമേ, നല്ല പിതാവേ, അടിയന്റെ പകൽക്കാലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ടൈം സോണുകളിൽ യേശുപ്പച്ചന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ദാസിമാരായി ഞങ്ങളെ സ്വർഗം ശ്രവിക്കുന്ന കൃപയ്ക്കായിട്ട് എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ യഹോവയെ നീ നിരസിക്കുകയില്ല. നിന്റെ ഭാരം യഹോവയെങ്കിൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്താമെന്നുള്ള നീതിയുള്ള നിന്റെ വാഗ്ദത്തത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദർശിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ആകുലങ്ങളും വ്യാകുലങ്ങളും പ്രയാസങ്ങളും എല്ലാം യേശുപ്പച്ചന്റെ പാദപീഠത്തെങ്കിൽ ഞങ്ങൾ ഇടുന്നു കർത്താവെ. അടിയനുള്ളവയെ ഞാൻ യേശു കർത്താവിന്റെ തിരുരക്തത്തിൽ മറയ്ക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഞങ്ങളോട് ഇടപെടുവാൻ പോകുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. അപ്പാ, വിവിധ വിഷയങ്ങളുമായിട്ടിരിക്കുന്നവരുണ്ട് കർത്താവെ. പരിശുദ്ധാത്മാവിന് ഞങ്ങളോട് സംസാരിക്കുവാൻ പോകുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ സൂം പ്ലാറ്റ്ഫോമിനെ യേശുപ്പച്ചന്റെ കരത്തിൽ തരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് ഇന്ന് പകൽക്കാലം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അടിയന്റെ ഹല്ലേലൂയ ബുദ്ധിമണ്ഡലത്തെ അഫലമാക്കിക്കൊണ്ട് എൻ്റെ നാവും ശബ്ദവും നിന്റേതായി തീരുവാൻ തക്കോണം യേശുപ്പച്ചന്റെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. വാസ്തവമായിട്ടുള്ള ഒരു പുൾപിറ്റ് റെവലേഷൻ, പുത്രത്വത്തിന്റെ ആത്മാവിലൊരു ശുശ്രൂഷയ്ക്കായി യാചിക്കുന്നപ്പ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. വ്യക്തി ജീവിതങ്ങളോട് നീ ഇടപെടുവാൻ പോകുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ആദിയോടെ നിന്റെ നിറസാന്നിധ്യം അനുഭവിച്ച് ഹല്ലേലൂയ എന്റെ സ്വർഗത്തിലെ ദൈവം മഹത്വം എടുക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സകല മാനവും മഹത്വവും എന്റെ പൊന്നേശുപ്പച്ചന് മാത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നേശുപ്പച്ചന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് ഈ ഫെലോഷിപ്പ് സുനിൽ സിസ്റ്ററിന്റെ ഈ പ്രയർ ഗ്രൂപ്പിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തത് ഏലിയാമ്മ മോഹൻ സിസ്റ്ററാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ പ്രയർ ഗ്രൂപ്പിലേക്ക് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് എനിക്കിങ്ങനെ ഒരു അവസരം ഈ ലോകത്തിൽ അനേകർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യം, കർത്താവിന്റെ നീതിയുള്ള വചനവുമായി സൂം പ്ലാറ്റ്ഫോമിലൂടെ ഗൂഗിൾ മീറ്റിലൂടെ ഒക്കെ ദൈവമക്കളുമായി വചനം പങ്കുവെക്കുവാൻ, അടിയന്റെ എളിയ സാക്ഷ്യം പങ്കുവെക്കുവാൻ, അനേകരെ ബലപ്പെടുത്തുവാൻ ഈ കാലഘട്ടത്തിൽ അടിയനെ എൻ്റെ സർവശക്തനായ ദൈവം ഉപയോഗിക്കുന്നതിന് സകലരുടെയും മധ്യത്തിൽ വെച്ച് ആദ്യം തന്നെ എൻ്റെ രക്ഷകനെ, എൻ്റെ വീണ്ടെടുപ്പുകാരനെ ഞാൻ താണു വണങ്ങി നമസ്കരിച്ച് സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ഈ ഒരു പ്രയർ ഫെലോഷിപ്പിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് ദൈവനാമത്തിൽ ഞാൻ ഓരോ വ്യക്തി ജീവിതങ്ങളോടും നന്ദി പറയുന്നു. ഇന്ന് അല്പമായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി എൻ്റെ ചെറിയ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് വചനത്തിന്റെ ഏടുകളിലേക്ക് നമ്മുടെ കണ്ണുകളെ തിരിക്കാം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പരിചിതമായ ചില മുഖങ്ങളൊക്കെ ഉണ്ട്. ബിനു അജു സിസ്റ്ററിനായി സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്നില്ല, എന്നാലും എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഷേർലി സിസ്റ്ററിനായി സ്തോത്രം. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് പ്രീതി എന്നാണ്. ഞാൻ US കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ 7th ഗ്രേഡിൽ വെച്ചാണ് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. ഞാൻ ജാക്കോബൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അനേകർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യം. ഞാനൊരു പൗരോഹിത്യ കുടുംബത്തിൽ നിന്നാണ് വന്നത്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ കൃപയാൽ 30 years ആയി. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. 2 പെൺകുഞ്ഞുങ്ങളും ഇളയ ഒരു മോനും.
രണ്ടാമത്തെ മോളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ദൈവത്തിന് സ്തോത്രം. തലമുറ ഉണ്ടാകത്തില്ലെന്ന് വാദിച്ച വാദഗതിയുടെ മധ്യത്തിൽ ഹാലേലൂയ ശംസമനാദന റബാസികന റിഭാലി ഘടകതബക ശന്തലേ ഹാലേലൂയ മച്ചി എന്ന് മുദ്ര കുത്തിയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അവിടെ നിന്ന് എൻ്റെ കർത്താവ് ഹാലേലൂയ കർത്താവിന്റെ നീതിയുള്ള വചനം പറയുന്നു, സാംസ് 127:3 ഹാലേലൂയ മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാണെന്ന്. അങ്ങനെയെങ്കിൽ ഹാലേലൂയ തലമുറകൾ കൊച്ചുമക്കളെ കാണാൻ ആവലോടെ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നോക്കി ഇന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ് ഹാലേലൂയ നമ്മുടെ പ്രാർത്ഥനകളും അഭയാചനകളും ഒന്നും ദൈവസന്നിധിയിൽ വ്യർത്ഥമായി പോകത്തില്ല പ്രിയ ദൈവമക്കളെ. ഹാലേലൂയ ശാംസമനഗതബക ശാന്തലെ മച്ചിയെന്ന് നിന്നെ വിളിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ നീ കൊച്ചുമക്കളെ കാണത്തില്ലെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹാലേലൂയ കർത്താവ് പറയുന്നു ഹാലേലൂയ മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും ആണെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ ഞാൻ 7th ഗ്രേഡിൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. പിന്നെ ഞാൻ 91 through 95 കാലഘട്ടത്തിൽ ഞാൻ കോയമ്പത്തൂരിൽ ഫിസിക്കൽ തെറപ്പിക്ക് പഠിക്കാൻ പോയ സമയത്താണ് ഞാൻ എനിക്ക് കൂടുതലായിട്ട് യേശുവിനെ അറിയുവാൻ ജൂലി എന്ന് പറയുന്ന ഇവിടെ അറ്റ്ലാന്റ ജോർജിയയിലുള്ള ഒരു ഫ്രണ്ട് മുഖാന്തരമാണ്. പുള്ളിക്കാരി ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ ഫ്രണ്ട് മുഖാന്തരമാണ് എനിക്ക് ദൈവത്തെങ്കിലേക്ക് അടുക്കുവാനും രക്ഷയുടെ സ്നാനത്തിലേക്കും അതുപോലെ നിത്യജീവന്റെ അവകാശിയാകുവാനും എനിക്ക് ഭാഗ്യം ലഭിച്ചത്. എൻ്റെ ഭവനത്തിൽ എൻ്റെ വീട്ടിൽ എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, എന്നെക്കാട്ടിലും ഇളയതാണ്. ഇവിടെ അനാബറിലുണ്ട്. എൻ്റെ കുടുംബത്തിൽ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഡാഡി 2017 ഇവിടെ വന്ന് പെട്ടെന്ന് ടെർമിനൽ സ്റ്റേജ് 4 ക്യാൻസർ ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അനേക അവസരങ്ങൾ ഡാഡിക്ക് ലഭിച്ചുവെങ്കിലും ഡാഡി അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് രക്ഷിക്കപ്പെടാതെയാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. മമ്മി കഴിഞ്ഞ വർഷം 2025 ഫെയിലിയർ ടു ത്രൈവ് ഡാഡി മരിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു വലിയ ഷോക്കായിരുന്നു. കാരണം പെട്ടെന്നായിരുന്നു ഇവിടെ വെക്കേഷന് വന്നതാ, എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് വന്നതാ. അങ്ങനെ പെട്ടെന്ന് 4 monthsനുള്ളിലാണ് ഡാഡി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. അതിനുശേഷം മമ്മി ഒത്തിരിയും ഡിപ്രസ്ഡ് ആയി. അങ്ങനെ ഫെയിലിയർ ടു ത്രൈവ് ആ ഒരു ഡയഗ്നോസിൽ ഭക്ഷണം കഴിക്കാതെ അങ്ങനെയൊക്കെ വന്നു ഒത്തിരിയും ഡിപ്രഷനിലൂടെയൊക്കെ കടന്നുപോയി. അങ്ങനെ മമ്മിയും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ രഹസ്യമായി അമ്മയ്ക്ക് രക്ഷിക്കപ്പെടാനുള്ള ഭാഗ്യം കർത്താവ് ഒരുക്കി കൊടുത്തു. പക്ഷേ സ്നാനപ്പെടാനൊന്നും സാധിച്ചില്ല. അതിനു മുമ്പായി മമ്മി ഹോസ്പിസ് കെയറിലായിരുന്നു. മമ്മിയും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ സിസ്റ്റർ പുള്ളിക്കാരിയെ കെട്ടിച്ചേക്കുന്ന കാത്തലിക് വിശ്വാസത്തിലാണ്. ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അടിയൻ്റെ 3 കുഞ്ഞുങ്ങൾ, മൂത്ത മോളുടെ പേര് റിബാക്ക. എനിക്ക് തലമുറ ഉണ്ടാകത്തില്ലെന്ന് വാദിച്ച വാദഗതിയുടെ മേൽ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും മധ്യത്തിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു തന്ന ഒരു സർവശക്തനായ ദൈവമാണ്. ഒരു രാത്രി കൊണ്ട് എന്ത് ചെയ്യാൻ നിന്റെ കർത്താവിന് കഴിയുമെന്ന് ചോദിച്ചവരുടെ മധ്യത്തിൽ എൻ്റെ അപ്പൻ ഹല്ലേലൂയ സ്തോത്രം ഒരു സാധ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവം എനിക്ക് തന്നതാണ് എൻ്റെ 3 കുഞ്ഞുങ്ങളെ. കാരണം എൻ്റെ ഫാമിലി ലൈഫിൽ ഞാൻ ഒരുപാട് തകർച്ചയിലൂടെ പോയൊരു വ്യക്തിയാണ്. 3 പ്രാവശ്യം ഞാൻ ഡിവോഴ്സ് പേപ്പർ മേടിച്ച ഒരു വ്യക്തിയാണ്. അതിൽ നിന്ന് കുടുംബജീവിതത്തിന്റെ തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങൾ ഇനി സൂമിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വിവേചിക്കുന്നു. ഹല്ലേലൂയ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് പലപ്പോഴും നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ അഫലമാക്കിക്കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു പൊട്ടിയെ പോലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ ഇൻലോസ് ഇവരൊക്കെ നമ്മൾക്കെതിരായി നിൽക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾ ഈ സൂമിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വിവേചിക്കുന്നു. ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും കർത്താവ് നമ്മുടെ പടകിലുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കുടുംബജീവിതത്തെ, നമ്മുടെ തലമുറകളെ, പ്രിയപ്പെട്ടവരെ ഒക്കെ ദൈവസന്നിധിയിൽ നേടുവാൻ സാധിക്കും. അതിനൊരു വിശ്വസ്ത സാക്ഷിയാണ് ഞാൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആദ്യത്തെ ഡിവോഴ്സ് പേപ്പർ മേടിക്കുന്നത് ഞാൻ ഈ ദേശത്ത് വന്നപ്പം പഠിച്ച കാലഘട്ടത്തിലൊക്കെ എനിക്ക് സാക്ഷ്യം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എല്ലാം കൂടെ ഞാൻ എങ്ങനെ ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യണം. നമുക്ക് വചനവും അതിനോടൊപ്പം പറയണമല്ലോ.
ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്ന വിഷയം ശാംസമനഗത ശന്തലേ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ആദ്യമൊക്കെ എന്നെ ഈ ഫ്രണ്ട് പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ എന്താ ഒത്തിരി കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് പാട്ടൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നതുകൊണ്ട് ഞാൻ അവരെന്നും ഈ 10 o'clock ഒരു പ്രെയർ ഉണ്ട് അവിടെ നഴ്സിംഗ് സ്റ്റുഡൻസിന്. അപ്പം ഞാൻ വാതിൽക്കൽ പോയി നിൽക്കുമായിരുന്നു. പാട്ട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനത് കേൾക്കാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിക്കുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും മടി കൂടാതെ ഈ ഫ്രണ്ട് ജൂലി എന്ന് പറയുന്ന ഫ്രണ്ട് എന്നെ വിളിക്കുമായിരുന്നു, വാന്ന്. ഒരു ദിവസം എനിക്ക് തോന്നി, അങ്ങനെ പല പ്രാവശ്യം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്തു എന്നാ ഒന്ന് പോയി കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ പ്രെയറിന് ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചത്, എനിക്കറിയില്ല എത്ര പേര് ഇതിൽ ട്രഡീഷണൽ പെൻഡക്കോസ്റ്റലായിട്ട് ഉള്ള ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരെയും കർത്താവാണ് വിളിച്ചത്, അല്ലാതെ നമ്മൾ കർത്താവിനെ തേടി പോയതല്ല. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൂമുഖത്ത് അനേകർക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യം എനിക്കും നിങ്ങൾക്കും ലഭിച്ചതിനായി എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അവിടെ ചെന്നിരുന്നു. ആദ്യം പാട്ടുപാടി. അതിനപ്പം തമിഴനായിട്ടുള്ള ഒരു അക്കയായി പ്രെയർ നടത്തുന്നത് അവിടുത്തെ മേട്രൺ ആയിരുന്നു ആ സമയത്ത്. അപ്പം പുള്ളിക്കാരത്തെ ഇനിയും നമ്മൾ കർത്താവിനെ സ്തുതിക്കാൻ പറഞ്ഞു. തമിഴിലാ പറഞ്ഞു, ഞാൻ തമിഴൊക്കെ മറന്നുപോയി. അപ്പം അങ്ങനെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെല്ലാം അന്യഭാഷയിൽ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. ഞാൻ ഓരോരുത്തരുടെയും മുഖത്തോട്ട് നോക്കി, എന്താ ഇവരൊക്കെ പറയുന്നതെന്ന്. ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഒരു അന്യഭാഷ അന്നത് അന്യഭാഷയാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൈയടിച്ച് ആരാധിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചു വെളിയിലിറങ്ങി. വെളിയിലിറങ്ങി കഴിഞ്ഞപ്പോൾ ഓരോ വ്യക്തികളും ഇങ്ങനെ പറയുന്നത് കേട്ടു, ഞങ്ങൾ അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ. അപ്പൊ ഞാൻ ഓർത്ത്, ഇവരൊക്കെ എന്താ ഈ കാണുന്നതെന്നൊക്കെ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അന്ന് ഞാൻ അങ്ങനെ എനിക്കൊരു ആകാംക്ഷ ഉണ്ടായി, എന്താണ് ഇവരൊക്കെ കണ്ടതെന്നും, അതുപോലെ ഇവർക്ക് ലഭിക്കാത്തത് നമുക്ക് ലഭിക്കാത്ത ഒരു ആത്മീയ സന്തോഷം ഇവർക്ക് എന്താണ് ലഭിക്കുന്നത്. അതായത് ഞാൻ പോകുന്ന ജാക്കോബൈറ്റ് ചേർച്ചിൽ നിന്ന് ഈ ഒരു കൂട്ടായ്മയിൽ വന്നപ്പോൾ ആർക്കും ലഭിക്കാത്തൊരു സന്തോഷം, എല്ലാവരുടെയും മുഖത്ത് സന്തോഷം, അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും വളരെ ആഗ്രഹമാകാൻ തുടങ്ങി. ഞാൻ എൻ്റെ യേശുവിനോട് പറഞ്ഞപ്പോൾ, എൻ്റെ ഈ ഫ്രണ്ടും അഭിഷേകം പ്രാപിച്ചിട്ടില്ലായിരുന്നു ആ സമയത്ത്. ഇപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇങ്ങനെ ഒരു സത്യമുണ്ടെങ്കിൽ എനിക്കും ഈ ഒരു അഭിഷേകം എനിക്കും പ്രാപിക്കണമെന്ന്. അങ്ങനെ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ഉപവസിക്കുകയൊന്നും ചെയ്തു. എൻ്റെ പേരൻസ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ജാക്കോബൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് മമ്മി നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിലും ഇങ്ങനെ ഉപവാസം അതൊന്നും ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു. ഞാനതൊക്കെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഉപവസിക്കാനൊക്കെ പഠിച്ചത്. പ്രിയ മക്കളെ, അന്ന് അപ്പോൾ ഒരു ദിവസം അക്കയ്ക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞ ദിവസം ഞാനും ഈ ഫ്രണ്ടും കൂടെ ഉപവസിച്ച്, എനിക്ക് ഉപവാസമൊന്നും അറിയത്തില്ല, എന്നാലും ഞാൻ ഉപവസിച്ച് അവിടെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ കർത്താവെ, ഇന്നിത് പ്രാപിക്കാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. അപ്പൊ അനേകർ നാളുകളായി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളൊക്കെ ആ പ്രെയർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. അപ്പം കർത്താവിന് എന്നോടുള്ള ഒരു വിശ്വസ്തതയായിരിക്കാം, കർത്താവ് എന്നെ മുന്നമേ കണ്ടതുകൊണ്ടായിരിക്കാം, ഹല്ലേലൂയ, അന്ന് അല്പനേരം ആരാധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വലിയൊരു ശക്തി എൻ്റെ മേൽ വന്ന് ഞാൻ പുറകോട്ട് മറിഞ്ഞു പോയി. ഒരു വെളിച്ചം എൻ്റെ ദേഹത്തോട്ടടിച്ച് ഞാൻ പുറകോട്ട് മറിഞ്ഞു പോയി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അഭിഷേകം പ്രാപിച്ചു. പ്രിയ ദൈവമക്കളെ, ഇന്ന് പലരും അഭിഷേകത്തിന്റെ ആ ഒരു വില എന്താണെന്ന് അറിയാത്ത ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പലരും അഭിഷേകത്തിന് വേണ്ടി കൊതിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വിവേചിക്കുകയാണ്. നമ്മൾ ആത്മാർത്ഥമായി ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി നമുക്ക് അങ്ങനെ ഒരു വാഞ്ചയുണ്ടെങ്കിൽ അതിനെ ഫുൾഫിൽ ചെയ്യാൻ, കാരണം കർത്താവിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ കർത്താവിന്റെ കൃപയാൽ എൻ്റെ ആ ഒരു ഫ്രണ്ടിനെക്കാട്ടിലും മുന്നമേ എനിക്ക് അഭിഷേകം പ്രാപിക്കുവാൻ കർത്താവ് കൃപ തന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതിനുശേഷം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവെ, ഇവരൊക്കെ കാണുന്ന ഈ വിഷൻസ്, എനിക്ക് അന്ന് അറിയത്തില്ല ദർശനങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ബൈബിള് പോലും പറഞ്ഞാൽ നാണക്കേടാ, ഇതുവരെയും ഞാൻ ബൈബിള് മുഴുവനായിട്ട് പഠിച്ചു തീർത്തിട്ടില്ല. പക്ഷേ എന്നാലും കർത്താവിന്റെ വിശ്വസ്തത, അവരൊക്കെ കാണുന്ന വിഷൻസ് എന്താണെന്നൊക്കെ ഞാനും ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി. കർത്താവ്, ഇവരൊക്കെ കാണുന്നത് വാസ്തവമായിട്ടുണ്ടെങ്കിൽ, അന്ന് ഒരു പൊട്ടിയെ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ ഈ കൊച്ചു പിള്ളേർ പറയുന്നത് പോലെ ഞാൻ വാശി പിടിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ കർത്താവിന്റെ കൃപയാൽ
ദർശനങ്ങളൊക്കെ കർത്താവ് ചെറിയ രീതിയിൽ തരുവാൻ തുടങ്ങി. ഞാൻ അപ്പൊ ഇതെനിക്ക് ഈ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അതിലൊരു നിറവ് അനുഭവിക്കാനായിട്ട് ഇന്ന് ഞാൻ അത്രയും പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഈ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ബിറ്റ്വീൻ 11:59 ആൻഡ് 12:01, അതായത് പുതിയൊരു ദിവസത്തിന് മുമ്പായിട്ട് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അതൊരു വലിയ അനുഗ്രഹമാണെന്ന്. അപ്പൊ ഞാനും വേറെ ഒരു ഫ്രണ്ടും കൂടെ ഞങ്ങള് രാത്രി 11:45 ആകുമ്പോൾ ടെറസിന്റെ മണ്ടേ പോകും. അവിടെ പോയിരുന്ന് ദൈവത്തെ ആരാധിക്കും. ഇങ്ങനെ മുഴങ്കാലിൽ കുത്തി ആരാധിച്ച് ഞാനൊരു മുട്ടൊക്കെ പൊട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു അനുഭവമായിരുന്നു ആ ഒരു സമയത്ത്. ഇന്ന് അത്രയും ഒരു തീവ്രത എൻ്റെ ജീവിതത്തിൽ ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ആ സമയത്തൊക്കെ കർത്താവ് ഏറ്റവും അടുത്തിരിക്കുന്ന, നമ്മൾ അവനോട് അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളോട് അടുത്ത് വരുമെന്നുള്ള കർത്താവിന്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. അങ്ങനെ അപ്പൊ ഈ പ്രയറിനും എല്ലാത്തിനും പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അപ്പൊ ഞാൻ പോകുന്ന ആ ഒരു ചർച്ചിൽ അവിടെ മലയാളം സർവീസ് ഉണ്ട്, ഇംഗ്ലീഷ് സർവീസ് ഉണ്ട്, തമിഴ് സർവീസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അതുപോലെ ജയിൽ മിനിസ്ട്രി, ഇതിനെല്ലാം പോയി കഴിഞ്ഞ് എനിക്ക് പഠിക്കാൻ സമയമില്ല. അപ്പൊ ഈ ഫിസിക്കൽ തെറപ്പി എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. ഇന്നിപ്പം ഞാൻ കർത്താവിന്റെ കൃപയാൽ ഞാനൊരു നഴ്സാണ്. അപ്പൊ എനിക്കറിയാം, ഞാനിപ്പോ 2 സബ്ജക്ട്സും കൂടെ, അതായത് 2 ഫീൽഡും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഫിസിക്കൽ തെറപ്പി കുറച്ചും കൂടെ ഹാർഡാണ്. നഴ്സിംഗ് ഹാർഡ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കമ്പയർ ചെയ്യുമ്പം ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ എനിക്ക് പഠിക്കാൻ സമയമില്ല, എല്ലാ പ്രാർത്ഥനയ്ക്കും പോയിക്കൊണ്ട് ഇരിക്കുന്നത് കൊണ്ട്. അപ്പൊ പരീക്ഷയുടെ തലേദിവസം അപ്പൊ എല്ലാവരും ഇങ്ങനെ സ്റ്റഡി ലീവ് ഒക്കെ കിട്ടുമ്പോൾ പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കും ഇതിന് നടക്കും. പക്ഷെ ദൈവത്തിന്റെ വിശ്വസ്തതയാൽ കർത്താവ് തലേദിവസം ക്വസ്റ്റ്യൻസ് കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ പാസ്സായ ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കഴിവില്ലേ, അവർക്ക് ഓർമ്മശക്തി ഇല്ലേ, ദൈവത്തിന്റെ സന്നിധിയിൽ പറ. ക്വസ്റ്റ്യൻസ് കാണിച്ചു തരുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നത്. ഇന്ന് എൻ്റെ മക്കളോട് ഞാനത് പറയാറുണ്ട്. കുഞ്ഞുങ്ങളെ, ഞാൻ പഠിച്ച സമയത്ത് കർത്താവ് എനിക്ക് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരുമായിരുന്നു. നിങ്ങൾ വിശ്വസ്തയോടെ അപ്പനോട് പറയുവാണെങ്കിൽ കർത്താവ് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരും. അങ്ങനെ പാസ്സായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ അതിനുശേഷം ഈ ഷണ്ടന്റെ ആ ഒരു വചനം കർത്താവ് കാണിച്ചു തന്നപ്പോൾ എനിക്കും സ്നാനപ്പെടണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ എനിക്ക് 93 സ്നാനപ്പെടുവാൻ കർത്താവ് അവസരം തന്നു. ഞാനും എൻ്റെ ഈ ഫ്രണ്ടും ഒരുമിച്ചാണ് സ്നാനമെടുത്തത്. അതിനുശേഷം എനിക്ക് ഈ ഒരു വിശ്വാസത്തിൽ തുടരാനായിട്ട്, അതായത് എനിക്ക് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ കല്യാണം കഴിക്കണമെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ തന്നെ കർത്താവിന്റെ കൃപയാൽ ജോലി കിട്ടി. അപ്പൊ ആ സമയത്ത് എനിക്ക് വീട്ടിൽ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഡാഡി അവർക്ക് രക്ഷ എന്താണെന്നോ എൻ്റെ അഭിഷേകം എന്താണെന്നോ ഇതൊന്നും അറിയാത്ത ഒരു പേരൻസ് ആയിരുന്നു എൻ്റേത്. അപ്പം ഡാഡി എന്നെ കളിയാക്കി പറയുമായിരുന്നു, അവളെ കെട്ടാൻ പ്ലാസ്റ്റർ വരുമെന്ന്. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, അച്ചാച്ചൻ ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സേവിക്കുന്ന ദൈവം അച്ചാച്ചനെ മാറ്റിയെടുത്ത് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുമെന്ന് അടിയൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശാംസമനഗത ബഗശാന്തലെ. അങ്ങനെ 95 കല്യാണം കഴിഞ്ഞ് അപ്പൊ എനിക്ക് രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തി, വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ എനിക്ക് അവിശ്വാസിയായ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഇങ്ങനെ എനിക്ക് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് അന്യഭാഷയിൽ ആരാധിക്കുകയും വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും എനിക്ക് അച്ചാച്ചൻ്റെ കൂടെ പള്ളിയിൽ പോകാൻ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വിശ്വാസത്തിൽ പലപ്പോഴും എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തത പുലർത്താൻ സാധിക്കാതെ വന്ന അവസരങ്ങളുണ്ട്. പക്ഷേ ഈ അന്യഭാഷ എന്നിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റാണെങ്കിലും വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ എപ്പോഴും അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തനിയെ ഉള്ളപ്പോൾ എൻ്റെ പേഴ്സണൽ പ്രയറിൽ ഞാനത് എപ്പോഴും കർത്താവിനോടുള്ള ഒരു ഇന്റിമസി കാത്തു സൂക്ഷിക്കുവാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. ഹല്ലേലൂയ. 2 വഞ്ചിയിലും കൂടെ കാലുകുത്തി അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ കർത്താവിനോട് അടുത്തിരുന്നാൽ മാത്രമേ കർത്താവ് നമ്മളോട് അടുത്തിരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ഞാൻ ഇങ്ങനെ 2 വഞ്ചിയിലും കാലുകുത്തി നിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ ഒന്നൊന്നായി വരുവാൻ തുടങ്ങി. അതായത് നമ്മൾ ദൈവത്തോട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കും, അതായത് സ്നാനപ്പെട്ട് നിത്യജീവന്റെ അവകാശിയായി മാറിയതിന് ശേഷം നമ്മൾ ഒരു ബാക്ക് സ്ലൈഡിങ് സ്റ്റേജിലേക്ക് ഞാൻ പോകാൻ തുടങ്ങി. കാരണം എനിക്ക് രണ്ട് രീതിയിലും എനിക്ക് അതായത് സത്യവിശ്വാസത്തിന് വേണ്ടി എനിക്ക് നിൽക്കാൻ എൻ്റെ ഭവനത്തിലെ അന്തരീക്ഷം മുഖാന്തരം എനിക്ക് സാധിക്കാതെ വന്നു. അങ്ങനെ ഇരുന്ന ഒരു സമയത്ത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ
പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണിച്ചു തരുമെന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിന്റെ അടുത്ത് ഇരിക്കാതെ എങ്ങനെയാ കർത്താവ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യം എക്സാം എഴുതി, ഞാൻ ഒരു 5 പോയിന്റിന് ഫെയിലായി. രണ്ടാമത് എക്സാം എടുത്തു, വീണ്ടും ഞാൻ 1 പോയിന്റിന് ഫെയിലായി. അങ്ങനെ തകർച്ചകൾ അടിക്കടി എൻ്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങി. അപ്പം എനിക്ക് വിസയുടെ ഇഷ്യൂസ് ഒക്കെ ഇവിടെ ഉണ്ടാകാൻ തുടങ്ങി. അപ്പം എന്നെ കൊണ്ടുവന്നത് അച്ചാച്ചൻ്റെ ഉപ്പാപ്പന, അവര് ശങ്കരത്തിൽ അച്ഛൻ എന്ന് പറയുന്ന അവരാണ് ഇങ്ങനെ എന്നെ H1 ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ ആ സമയത്ത് എക്സാമും പാസ്സാകുന്നില്ല, തലമുറയും ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കടന്നു പോകുവാൻ തുടങ്ങി. അപ്പൊ കുടുംബത്തിൽ പ്രശ്നം, ഞങ്ങൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പ്രശ്നം. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ആ സമയത്ത് ഉപ്പാപ്പൻ അച്ചാച്ചനോട് പറഞ്ഞു, ഇവളെ കെട്ടിയിട്ട് നിനക്ക് പ്രയോജനമൊന്നും ഉണ്ടായില്ല, തലമുറയോ ഉണ്ടാകുന്നില്ല, അവൾ ഈ ദേശത്ത് നിനക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എന്നാ പിന്നെ ഇവളെ കളഞ്ഞേച്ച് നിനക്ക് വല്ല മദാമയും കെട്ടാൻ പാടില്ലേ. അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് ഞാനിങ്ങനെ പാത്തും പതുങ്ങിയൊക്കെ പ്രയറിന് പോകാനൊക്കെ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്കും വീണ്ടും പ്രശ്നങ്ങളായപ്പം ഇങ്ങനെ വിസയുടെ വിഷയങ്ങളും ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യവും വന്നപ്പോഴത്തേക്കും എനിക്ക് ആദ്യത്തെ ഡിവോഴ്സ് പേപ്പർ പുള്ളി കൊണ്ടു തന്നു. അന്ന് ഉപ്പാപ്പൻ എൻ്റെ നേരെ വാതു വെച്ചതാണ്, നിനക്ക് നീ മറിയത്തോട്. അപ്പൊ എനിക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി. അച്ചാച്ചൻ ഉപ്പാപ്പൻ എന്നോട് പറഞ്ഞു, നീ നിന്റെ മറിയത്തോട് പ്രാർത്ഥിക്കാത്തിടത്തോളം കാലം നിനക്കൊരു തലമുറ ഉണ്ടാകത്തില്ലെന്ന്. പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തോട്, ഞാൻ ഉപ്പാപ്പൻ്റെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. അങ്ങനെ പ്രശ്നങ്ങൾ കൂടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചാച്ചന് ചെറിയ രീതിയിൽ മദ്യപാനം, ഇങ്ങനെയുള്ള ഞങ്ങൾ തമ്മിലുള്ള അതായത് ഫിസിക്കൽ അബ്യൂസ് ഇതൊക്കെ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നിക്കക്കളി ഇല്ലാത്ത പോലെ ഒരു അവസ്ഥയായി. ജോലിയില്ല. അങ്ങനെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇവിടെയുള്ള ഒരു ആന്റി ആണ് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വചനം കാണിച്ചു തരുന്നത്. ഈ സാംസ് 127:3 ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ ആ ആന്റി എന്നോട് പറഞ്ഞു, ഈ അനാറ്റമി വരച്ചപ്പോ ഞാൻ അവിടെ നാട്ടിൽ അനാറ്റമി പഠിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം സിസ്റ്റർ ആന്റി എന്നോട് പറഞ്ഞു, അനാറ്റമി വരച്ച്, അതായത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വരച്ചിട്ട് എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. അപ്പം എന്നിട്ട് കുഞ്ഞിനെ പേർ ചൊല്ലി വിളിക്കാൻ പറഞ്ഞു. അപ്പൊ അച്ചാച്ചൻ രാവിലെ ജോലിക്ക് പോകും, ഞാൻ വീട്ടിലിരുന്ന് ഈ അനാറ്റമി പഠിപ്പിച്ചതുകൊണ്ട് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വരയ്ക്കാൻ അറിയാം. അത് വരച്ച് ഞാൻ എങ്ങനെയാണ് സ്പേം ട്രാവൽ ചെയ്യുന്നത്, എങ്ങനെ യൂട്രസിൽ ഡിപ്പോസിറ്റ് ചെയ്യും, അതെങ്ങനെ സൈഗോട്ടായി ഫോം ചെയ്യും, ഇതൊക്കെ ഞാൻ വിളിച്ചിട്ട് എൻ്റെ കൊച്ചിനെ ഞാൻ ശമുവേലേന്ന് ഞാൻ വിളിക്കുമായിരുന്നു. അങ്ങനെ അപ്പം ഡിവോഴ്സ് പേപ്പറും കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഈ 21 ദിവസം കർത്താവിന്റെ കൃപയാല് ഞാൻ രാവിലെ പുള്ളിക്കാരൻ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഞാൻ ദൈവസന്നിധിയിലിരിക്കും, വൈകിട്ട് വരെ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കും. കർത്താവിന്റെ സന്നിധിയിൽ ഈ പടം വരച്ച് ഞാൻ, എന്നിട്ട് ഈ സിസ്റ്റർ ആന്റി എന്നോട് പറയുമായിരുന്നു, ആത്മാവിൽ നീ സ്തോത്രം ചെയ്യണം, നീ നിന്റെ തലമുറയെ എടുക്കുന്നത്, തലമുറയെ പാലൂട്ടുന്നത്, നിന്റെ സ്ട്രോളറിൽ കൊണ്ട് നടക്കുന്നത്, ഇതൊക്കെ നീ ആത്മാവിൽ കണ്ട് സ്തോത്രം ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം വിഷ്വലൈസ് ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്നത്. പ്രിയ ദൈവമക്കളെ, ശാംസമനാഥന റബാസിഗനാരി പാലികടകഥ ശന്തലെ, ഒരു തലമുറയില്ലാത്തൊരു വിഷയവുമായി ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ഞാൻ പറയുകയാണ്, വചനത്തിന് ശക്തി ഉണ്ടെന്നും ഹാലേലൂയ, വചനം ക്രിയ ചെയ്യുമെന്നും കർത്താവ് എന്റെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഹാലേലൂയ സ്തോത്രം, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. ഹിസ് പ്രോമിസ് ഇസ് ഓൾവേസ് എ യെസ് ആൻഡ് ആമേൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ദേവദാസൻ ഒരു പ്രയർ ഉണ്ടെന്ന് കേട്ടു. അപ്പൊ ഞാൻ ഒരു ആന്റി എന്നെ ഇൻവൈറ്റ് ചെയ്ത് ഞാൻ അവിടെ പ്രയറിന് പോയിരുന്നു. ഗൾഫിൽ നിന്ന് വന്ന ഒരു ദേവദാസന ആദ്യമായിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് തലമുറ 3 ദൈവം തരുന്നത്, 2 പെൺകുഞ്ഞും ഒരു ആൺകുഞ്ഞിനെയാണ് കർത്താവ് നിനക്ക് തരുന്നതെന്ന്. പ്രിയ ദൈവമക്കളെ, അന്നൊരു ഡിവോഴ്സ് പേപ്പറും പിടിച്ചു നിൽക്കുന്ന ഞാൻ ഇതെങ്ങനെ വിശ്വസിക്കാൻ? അപ്പൊ ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു, എനിക്ക് ഉണ്ടാകുന്നത് പോലെ ട്രിപ്ലറ്റ്സും ആണോ? കാരണം ഇങ്ങനെ ഒരു സാധ്യതയും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെ ഇത് സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് ഞാൻ അന്നേരം ഞാൻ അവിശ്വസിച്ചു, അല്പമായിട്ടാണെങ്കിലും. എന്നിട്ട് ഞാൻ ദൈവത്തോട് വീണ്ടും ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞ് ആ പുള്ളിക്കാരൻ എന്നോട് ആ ദേവദാസൻ എന്നോട് പറഞ്ഞു, ഒക്ടോബർ 7 എന്നൊരു ദിവസം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുമെന്ന്. പ്രിയ ദൈവമക്കളെ, ഒരു ഇന്റർകോഴ്സോ അങ്ങനെ ഒരു ഫാമിലി ലൈഫ് ഇല്ലാത്ത ഒരു സമയത്താണ് ഈ ദൂത് ഞാൻ കേൾക്കുന്നത്. പക്ഷേ ഒരു പൊട്ടി
കൊച്ചുകുട്ടിയെ പോലെ ഞാനത് വിശ്വസിച്ചു. ഹല്ലേലൂയ. ഒക്ടോബർ 7-ാം തീയതി ആയി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അച്ചാച്ച ജോലി കഴിഞ്ഞ് വന്നു. പുള്ളിക്കാരൻ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടാണ് വന്നത്. പക്ഷേ എൻ്റെ കർത്താവ് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. ശാംസമനാദന റബാസികന റിഫാലികടകദബക ശന്തലെ റൂത്ത് ബോവസിന്റെ വയലിൽ പോയതുപോലെ ഹല്ലേലൂയ അടിയനും കർത്താവ് പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു. ഹല്ലേലൂയ. അതിനുശേഷം എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ ഈ അന്ന് രാത്രി ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു, കർത്താവേ, നീ എന്നോട് വാഗ്ദത്തം ചെയ്തതാണ്. ഇന്ന് രാത്രി ഒക്ടോബർ 7 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാത്രി എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചേ മതിയാകൂ. കാരണം ഇത് വീട്ടിൽ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഡിവോഴ്സ് പേപ്പറൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് വിശ്വാസത്തിൻ്റെ പേരിലാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ഡാഡിയൊക്കെ പറഞ്ഞു, എന്നാൽ അവളെ അങ്ങ് നാട്ടിലോട്ട് കയറ്റി വിട്ടേക്കുന്നു. അപ്പം ഞാൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഞാൻ ഈ ദേശത്ത് വന്നു, നാണം കെട്ട് നാട്ടിലോട്ട് പോകുന്നത്, വെറും കൈയോടെ പോകുന്നത് എനിക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു തലമുറ ഉണ്ടെങ്കിൽ അതിനെങ്കിലും നോക്കി എനിക്ക് ജീവിക്കാമല്ലോ എന്നൊക്കെ ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ അപ്പൻ്റെ സന്നിധിയിൽ അലമുറയിട്ട് പറയുമായിരുന്നു. ഹല്ലേലൂയ. അന്ന് രാത്രി എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. അത് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഈ വാതു വെച്ചാ പോയത്. ഇവിടുത്തെ നാട്ടിൽ പുള്ളിക്കാരൻ്റെ കൂടെ പോകാൻ എന്നെ പേരൻസ് എന്തോ എനിക്കിവിടെ വേണ്ടതായിട്ട് നാട്ടിൽ പോയത് ഓരോ ആഭിചാരങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു കുടുംബത്തിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുമെന്ന്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കി തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ അവന്റെ കരം ഒരിക്കലും കുറുതായി പോയിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ആവശ്യം എന്തായിക്കോട്ടെ, അപ്പന്റെ സന്നിധിയിൽ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം വിശ്വസ്തയോടെ അപ്പന്റെ സന്നിധിയിൽ നമ്മൾ മുഴങ്കാൽ മടക്കി അവന്റെ മുഖത്തേക്ക് മാത്രം നമ്മൾ നോക്കുമെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം വാഗ്ദത്തങ്ങളെ നേടിത്തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായിരിക്കാൻ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതിനുശേഷം അങ്ങനെ ആ ഒരു രാത്രി കൊണ്ട് എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്ത് എനിക്ക് വേണ്ടി ഒരുപാട് പ്രോബ്ലംസ് എനിക്ക് എൻ്റെ പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നു. എന്നാലും കർത്താവ് പറഞ്ഞ വാഗ്ദത്തം എൻ്റെ ദൈവം പൂർത്തീകരിച്ചു തന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒന്നാമത്തെ ആളായി, രണ്ടാമത്തെ ആളായി. അതിനുശേഷം ഞാൻ ഈ വാഗ്ദത്തം ഒക്കെ അങ്ങ് മറന്നുപോയി. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ട്യൂബ് ടൈ ചെയ്യാൻ വേണ്ടി അപ്പൊ ഈ എന്താ ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ് വേണ്ടി ചെന്ന സമയത്താണ്, അതായത് എനിക്ക് അന്നേരം ഡോക്ടർ എന്നോട് ചോദിച്ചു, വെൻ വാസ് യുവർ LMP എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് പറയാൻ അറിയത്തില്ല. അങ്ങനെ അവർ അൾട്രാസൗണ്ട് ചെയ്താണ് മൂന്നാമത്തെ, അങ്ങനെ ഒരു ഹാർട്ട് ബീറ്റ് കേട്ടാണ് മൂന്നാമത്തെ വരുന്നത്. അപ്പം കർത്താവിന്റെ വാഗ്ദത്തമാണ്. ഞാനത് മറന്നുപോയെങ്കിലും എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, നിനക്ക് 2 പെൺകുഞ്ഞുങ്ങളെയും ഒരു ആൺകുഞ്ഞിനെയാണ് തരുന്നതെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഈ 2 പെൺകുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പം അച്ഛൻ അന്നേരം ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, എണ്ണം കെട്ട പെണ്ണുങ്ങളൊക്കെ വീട്ടിലോട്ട് കയറി വന്നാൽ ഉണ്ടാകുന്നതെല്ലാം പെൺമക്കളാണെന്ന്. പ്രിയ ദൈവമക്കളെ, അവിടെയും എൻ്റെ കർത്താവ് മാറ്റിത്തന്നു. എനിക്ക് ആ അൾട്രാസൗണ്ട് കേട്ടതിന് ശേഷം നമ്മൾ പ്രഗ്നൻസിയിൽ എന്താ ട്യൂബ് ടൈ ചെയ്യാതെ മുന്നോട്ട് പോയി. അങ്ങനെ എനിക്ക് ഒരു മോൻ, അവന് എബ്രഹാം എന്ന് പേരിട്ടു. ഹല്ലേലൂയ സ്തോത്രം. അവൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒരു ശമൂവേൽ ബാലനെ പോലെ ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡിന് അച്ചാച്ചനൊരു കാർ ആക്സിഡന്റ് പറ്റി. 2 weeks പുള്ളിക്കാരൻ 3 days പുള്ളിക്കാരൻ വെന്റിലേറ്ററിലായിരുന്നു. 2 ആഴ്ച പുള്ളിക്കാരൻ കോമയിലായിരുന്നു. ഇസക്കിയാവ് മുഖം തിരിച്ച് ചുവരിന് നേരെ മുഖം തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചതുപോലെ അച്ചാച്ചന്റെ ആയുസ് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് എരന്നു മേടിച്ചതാണ്. ഹല്ലേലൂയ സ്തോത്രം. 6.5 മാസം ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തായിരുന്നു ഈ ആക്സിഡന്റ് സംഭവിച്ചത്. പക്ഷേ അവിടെ നിന്ന് എൻ്റെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം അനേകരുടെ പ്രാർത്ഥനയും ഉപവാസവും എല്ലാം കൊണ്ട് അച്ചാച്ചനെ കർത്താവ് ജീവിതത്തിലേക്ക് തിരിച്ചു തന്നു. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈ ആയുസ് കർത്താവ് അച്ചാച്ചനെ നീട്ടിക്കൊടുത്തുവെങ്കിൽ അടിയൻ സേവിക്കുന്ന സർവശക്തനായ ദൈവത്തെ ഞങ്ങൾ ഒരുമിച്ച് സേവിപ്പാൻ എൻ്റെ സർവശക്തനായ ദൈവം ഇടയാക്കുമെന്ന് അടിയൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾ 3 പേരും രക്ഷിക്കപ്പെട്ടു. ഇതുവരെയും സ്നാനപ്പെട്ടിട്ടില്ല. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ചോദിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇതിനിടയ്ക്ക്
ഞാൻ കോയമ്പത്തൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വെച്ച് ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, നീ വചനം പ്രഘോഷിക്കുമെന്നും വചനം പഠിക്കുമെന്നും ഒക്കെ പറഞ്ഞു. ഹല്ലേലൂയ. നാളുകൾക്ക് ഞാൻ ആ വാഗ്ദത്തമൊക്കെ മറന്നുപോയെങ്കിലും നമ്മുടെ കർത്താവ് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഈ കോവിഡ് കാലഘട്ടം അടിയന്റെ ജീവിതത്തിലും വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. അത് ഞാൻ 3ാമത്തെ ഡിവോഴ്സ് പേപ്പർ മേടിച്ച സമയത്തായിരുന്നു ഇത് സംഭവിച്ചത്. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഞാൻ 2 വഞ്ചിയിലും കാലുകുത്തി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നെന്ന്. പക്ഷേ ആ 3ാമത്തെ ഡിവോഴ്സ് പേപ്പറോടുകൂടെ ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, കാരണം എനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഹല്ലേലൂയ. ആ സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി അപ്പനോട് ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ കുടുംബജീവിതം, കാരണം എപ്പോഴും എനിക്ക് പേടിയാ, പുള്ളിക്കാരൻ എപ്പോഴും എന്നെ പേടിപ്പിച്ച് പറയും, നീ മറ്റേ പള്ളിയിലോട്ട് നീ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകും, നിനക്ക് കുഞ്ഞുങ്ങളെ കിട്ടത്തില്ലെന്ന്. അപ്പൊ ഞാൻ എപ്പോഴും എനിക്ക് ആ ഒരു ഇത് പറയുമ്പോൾ അതെന്റെ മനസ്സിന് ഭയങ്കര, ഞാൻ എത്രയും പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞുങ്ങളല്ലേ, അവരെ നഷ്ടപ്പെടുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ ഞാൻ പേടിച്ച് പിന്നെയും പള്ളിയിൽ പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ 3ാമത്തെ ഡിവോഴ്സ് പേപ്പർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒടുവിൽ ഞാൻ ദൈവസന്നിധിയിൽ പത്രോസിനെ പോലെ ഞാൻ മറുതലച്ചു പോയെങ്കിലും ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇത്രമാത്രം പറഞ്ഞു, കർത്താവേ, എനിക്ക് ഒരു കുടുംബജീവിതം തന്നത്, കുഞ്ഞുങ്ങളെ തന്നത് നീയാണ് ആണെങ്കിൽ ഞാൻ സകലതും ഉപേക്ഷിച്ച് യേശുപ്പച്ചനോട് ഞാൻ കർത്താവിന് വേണ്ടി ഞാൻ നിന്നുകൊള്ളാം. ഞാൻ മറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് കുഞ്ഞുങ്ങളല്ല, എൻ്റെ പ്രിയപ്പെട്ടവനല്ല വലുത്, എൻ്റെ കർത്താവാണ് വലുതെന്ന്. അന്ന് ഞാൻ സകലതും എൻ്റെ അപ്പന്റെ സന്നിധിയിൽ അടിയറവ് വെച്ച് ഞാൻ മുന്നോട്ട് നീങ്ങി. പിന്നീട് ഞാൻ വേറെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ആ സമയത്ത് ഇത്രയും മാത്രമേ ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ കുഞ്ഞുങ്ങളെയും അച്ചാച്ചനെയും ഞാൻ ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ അടിയനെ പൂർണ്ണമായി റീഡെഡിക്കേറ്റഡ് മൈസെൽഫ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രക്ഷയുടെ അനുഭവത്തിൽ നിൽക്കുന്ന, വിശ്വാസ ജീവിതത്തിന് വേണ്ടി വില കൊടുത്ത് നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഈ സൂമിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വിവേചിക്കുകയാണ്. ശാന്തലെ വിവിധ കാരണങ്ങളാൽ ഹാലേലൂയ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത വ്യക്തി ജീവിതമേ, ഹാലേലൂയ, പലപ്പോഴും ഒളിച്ചും പാത്തും പതുങ്ങിയും ഒക്കെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന വ്യക്തി ജീവിതങ്ങൾ ഇതിലുണ്ട്. ഹാലേലൂയ. ഒന്ന് ഞാൻ പറയാം, നമ്മൾ കർത്താവിന് വേണ്ടി വില കൊടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും കർത്താവ് നമ്മളുടെ കൂടെ നിൽക്കും. ചെറിയ ചെറിയ കുസൃതി തരങ്ങൾക്ക് പോലും കൂടെ നിൽക്കുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുമ്പോൾ, കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മുടെ നാട്ടുകാരെന്തു പറയും, കുടുംബക്കാരെന്തു പറയും. ഇതൊക്കെയാണ് എന്റെയും ചിന്ത, ഇതൊക്കെയായിരുന്നു. പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് ഞാൻ മറ്റൊന്നും ഞാൻ ചിന്തിച്ചില്ല. എൻ്റെ കർത്താവിന്റെ മുഖം, എന്നെ അപ്പൻ വിളിച്ച് വേർതിരിച്ച ആ നിമിഷം, അത് മാത്രമേ എൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. നമ്മൾ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത് നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ അവരെ ചേർത്ത് പിടിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായിരിക്കാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം തനിയെ വിശ്വാസത്തിൽ നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നമ്മൾ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത് അപ്പന്റെ സന്നിധിയിൽ പ്രതീക്ഷയോടെ, ഹല്ലേലൂയ, നമുക്ക് ഒരു സാധ്യതകളും കാണത്തില്ലായിരിക്കും, എല്ലാ വഴികളും അടഞ്ഞിരിക്കുമായിരിക്കും, ഹല്ലേലൂയ. എന്നാലും അപ്പന്റെ മുഖത്തേക്ക് മാത്രം നാം നോക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ അവൻ വിശ്വസ്തനായിരിക്കാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ പിന്നീട് ഞാൻ ജസ്റ്റിനോട് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ആ ചർച്ചിലോട്ട് ഞാൻ വരുന്നില്ല. അപ്പൊ എൻ്റെ കുഞ്ഞുങ്ങളും പറഞ്ഞു, മമ്മയുടെ കൂടെ അമ്മ പോകുന്ന ചർച്ചിലേക്ക് ഞങ്ങളും വരുവാന്ന് പറഞ്ഞു. ഞാനും കുഞ്ഞുങ്ങളും പിന്നീട് ഇവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ലേക്ക് സൈഡ് എന്ന് പറയുന്ന ഒരു ചർച്ച്, ഇംഗ്ലീഷ് ചർച്ചാണ്. കാരണം മൂത്ത മോൾക്ക് മാത്രമേ മലയാളം അറിയത്തുള്ളൂ, ഇളയ 2 പേർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഇംഗ്ലീഷ് ചർച്ചിലാണ് ഞങ്ങൾ ഇരുന്നത്. അങ്ങനെ കർത്താവിന്റെ കൃപ. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെ അച്ചാച്ചൻ പള്ളിയിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ പാത്ത് ഒരുങ്ങി വേഗം പോകുക, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നീട് എൻ്റെ കർത്താവിന് വേണ്ടിയല്ലേ ഞാൻ ചെയ്യുന്നതെന്ന് അങ്ങനെ എൻ്റെ മനസ്സിനെ ഞാൻ തന്നെ പറഞ്ഞു ഉറപ്പിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഞാൻ ബൈബിൾ കോളേജ് കോയമ്പത്തൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദേവദാസൻ എന്നോട് ദൂത് പറഞ്ഞു, ഞാൻ വചനം പഠിക്കുമെന്ന്. പ്രിയ ദൈവമക്കളെ, ഈ സമയത്തായിരുന്നു എനിക്ക് കോവിഡ് വന്ന് ഞാൻ ഇരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പം ഒരു ദേവദാസനെ ഞാൻ വിളിച്ച സമയത്ത് ആ ദേവദാസൻ എന്നോട് പറഞ്ഞു, ഞാൻ
പ്രീതി ദേവദാസിയെ സിസ്റ്റർ വചനം പഠിക്കുന്നത് ഞാൻ കാണുന്നു, വചനം പ്രഘോഷിക്കുന്നത് കാണുന്നു എന്നൊക്കെ എന്നോട് ദൂത് പറഞ്ഞു. അപ്പൊ ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് വചനം എന്താണെന്നോ വചനം പറയാനോ ഇങ്ങനെ കാണാതെ പഠിച്ച് പറയാൻ അറിയാവുന്നതല്ലാതെ എനിക്കങ്ങനെ വചനത്തിന്റെ ആഴമോ ഇതൊന്നും എനിക്ക് അറിയാത്തൊരു സമയമാണ്. അപ്പം ഈ കോവിഡ് വന്ന സമയത്ത് നാട്ടിലുള്ള ഒരു ദേവദാസിനെയും കുടുംബത്തെയും ഞാൻ പരിചയപ്പെടാൻ ഇട വന്നു. അപ്പൊ അങ്ങനെ അവര് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ എനിക്ക് അധികം ഇപ്പോഴും എനിക്ക് അധികം പാസ്റ്റേഴ്സിനെയും അങ്ങനൊന്നും എനിക്ക് ആരെയും അറിയത്തില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ കോവിഡ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് റിക്കവറേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ച് ജോലിക്ക് എന്ന ദിവസം ഞാൻ ഈ ദേവദാസിനെ വിളിച്ച് താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചതാ. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എൻ്റെ ജഹോവ റാഫ എന്നെ സൗഖ്യമാക്കിയെന്ന്. അപ്പൊ ഈ ദേവദാസൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ അമേരിക്കക്കാരൊന്നും ഗുണം പിടിക്കാത്തത് നിങ്ങൾ ഇപ്പോഴും പഴയ നിയമം പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണെന്ന്. അപ്പൊ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, കർത്താവെ, അമേരിക്കക്കാരുടെ പണത്തിന് കുഴപ്പമില്ല, ഡോളറിന് ഞങ്ങളുടെ ഡോളർ ഇഷ്ടമാണ്, പക്ഷേ ഈ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിന് ഒരുപാട് മുറിവേൽപ്പിച്ചു. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവെ, എനിക്ക് വചനം അറിയാത്തത് കൊണ്ടല്ലേ ഇതൊന്നും പറയാൻ സാധിക്കാത്തത്, അതിനൊരു മറുപടി പറയാൻ സാധിക്കാത്തത്. 3 ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഉപവസിക്കാൻ തുടങ്ങി. എനിക്ക് വചനം പഠിക്കണം കർത്താവ്, എനിക്ക് അതിനുവേണ്ടി ഒരു മുഖാന്തരം ഒരുക്കി തരണമെന്ന്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഷാജി എം പോൾ പാസ്റ്ററിന്റെ ആദ്യമായിട്ട് പാവശ്യം നമുക്ക് എല്ലാവർക്കും പരിചിതനായ അഭിഷിക്തന്റെ വചനം കേൾക്കാൻ ഇട വന്നത്. അപ്പൊ ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് എനിക്ക് കാനഡയിലുള്ള ഒരു ഫാമിലിയായി ഈ വചനം അയച്ചു തരുന്നു. അപ്പൊ ഞങ്ങളുടെ സമയവും ഈ കാനഡയിലുള്ള ഈ ഫാമിലിയുടെ സമയവും തമ്മിൽ ഏകദേശം 3 hours ഡിഫറൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് 1:30 മണിയാകുമ്പോഴാണ്, ഈ വെളുപ്പിന് 1:30 മണിക്കാണ് ഈ വചനം എനിക്ക് അയച്ചു തരുന്നത്. ഞാൻ അന്നേരം നോക്കിയിരിക്കുക, എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ, അതായത് മൂത്ത മോള് വഴിയുള്ള പ്രശ്നം, അച്ചാച്ചൻ വഴിയുള്ള പ്രശ്നം, ഇതെല്ലാം ആയി ഞാൻ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വചനം കേൾക്കുന്നത്. അപ്പൊ ആ വചനം കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലെ വിഷയത്തിന്റെ മറുപടി ആയിരിക്കും ആ ദേവദാസന്റെ വചനം വരുന്നത്. അപ്പൊ എനിക്കൊരു വലിയൊരു ആശ്വാസമാകാൻ തുടങ്ങി. അപ്പം ഒരു ദിവസം ഈ വചനം വന്നില്ല. അപ്പൊ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി ഇത് കിട്ടുമെന്ന്. അങ്ങനെ ഒരു ഗൾഫിലുള്ള, ഇപ്പം അയർലൻഡിലാണ് ഞാൻ, എൻ്റെ സീനിയറായി പഠിച്ച ഷീജ ബിജി എന്ന് പറയുന്ന സിസ്റ്ററിന് വഴിയാണ് ഈ ഫാമിലിയെ പരിചയപ്പെട്ടത്. അവരെനിക്ക് ഈ അഡ്രസ്സൊക്കെ പാസ്റ്ററിന്റെ നമ്പർ തന്നു. അങ്ങനെ ഈ പാസ്റ്റർ എനിക്ക് എല്ലാ ദിവസവും വചനം അയച്ചു തരാൻ തുടങ്ങി. അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ ജീവിതത്തിൽ ഒരു വലിയ ബലമായിരുന്നു. പ്രിയ ദൈവമക്കളെ, ആരും ആശ്വസിപ്പിക്കാതെ ഇല്ലാത്ത ഒരിടത്ത്, ഹല്ലേലൂയ, സ്തോത്രം. അതായത് കർത്താവ് നമുക്ക് ആശ്വാസം തരുന്നത് ചില സമയങ്ങളിൽ ദൈവമക്കളിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ദേവദാസന്മാരിലൂടെ ആയിരിക്കും, ചിലപ്പോൾ കർത്താവ് നമ്മളോട് നേരിട്ടായിരിക്കും സംസാരിക്കുന്നത്, അല്ലെ വചനത്തിലൂടെ ആയിരിക്കും. എനിക്ക് അന്നേരം ഞാൻ ഈ വചനങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിനൊരു ധൈര്യം വരാൻ തുടങ്ങി. എൻ്റെ വിഷയത്തിലേക്ക് കർത്താവ് ഇറങ്ങുന്നതായിട്ട് എനിക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ ദേവദാസനെ പരിചയപ്പെടാൻ കർത്താവ് എനിക്ക് അവസരം ഒരുക്കി തന്നു. അപ്പൊ ഈ ദേവദാസനാണ് എന്നോട് പറഞ്ഞത്, ഞാൻ പണ്ടൊക്കെ ഒത്തിരി പ്രവാചകന്മാരിലും പ്രവാചകിമാരിലും ഒക്കെ അവരെയൊന്നും ഞാൻ മാറ്റി നിർത്തുവല്ല കേട്ടോ, അവരെയൊന്നും ഞാൻ സ്റ്റീരിയോടൈപ്പ് ചെയ്യുവല്ല. പക്ഷേ നമ്മൾ വചനത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, വചനം ക്രിയ ചെയ്യുമെന്ന് കർത്താവിന്റെ നീതിയുള്ള വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഈ നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി ഒരു കോഴി അടയിരിക്കുന്നത് പോലെ നമ്മൾ ഈ വചനം വെച്ച് നമ്മളൊരു വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ ആ വചനത്തിന് ജീവൻ വെക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളുടെ വിഷയത്തിൽ ഇന്ന് ഞാൻ അച്ചാച്ചന്റെ കൂടെ ജീവിക്കുന്നത് ആ ഒരു വചനത്തിന്റെ ബലം മാത്രം കൊണ്ടാണ്. പ്രിയ ദൈവമക്കളെ, സാധ്യതകളും സാഹചര്യങ്ങളും എല്ലാം എനിക്ക് പ്രതികൂലമായിരുന്നു. പക്ഷേ ഒരു ഒരു കച്ചിത്തുരുമ്പ് പോലെ എൻ്റെ കർത്താവിന്റെ ജീവനുള്ള വചനത്തിൽ ഞാൻ മുറുകെ പിടിച്ചതുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം. 3 ഡിവോഴ്സ് പേപ്പറിൽ നിന്നുകൊണ്ട് പലരും ആദ്യത്തെ ഡിവോഴ്സ് പേപ്പർ, ഇവിടെ അമേരിക്കയിലൊക്കെ ഒരു ചെറിയൊരു വിഷയം ഉണ്ടായാൽ മതി, ഉടനെ 2ാമത്തെ ദിവസം ഡിവോഴ്സ് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഞങ്ങളുടെ ഇത്. എനിക്കറിയത്തില്ല നാട്ടിലും ഇങ്ങനെയാണോ എന്ന് അറിയത്തില്ല. ഇവിടെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നീ എങ്ങനെ ഇതൊക്കെ പിടിച്ചു നിൽക്കുന്നു എന്ന്. അത് ഞാൻ കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പൊ വീട്ടിലെ ഓരോ വിഷയങ്ങളും ഞാൻ ഈ ദേവദാസനോട് പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനനുസൃതമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട്, വചനം വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഈ ദേവദാസനിലൂടെ എന്നെ കർത്താവ് പഠിപ്പിക്കാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, അങ്ങനെ എനിക്ക് കർത്താവിന്റെ വചനം പഠിക്കുവാനും അതോടൊപ്പം തന്നെ ബൈബിൾ കോളേജിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ദേവദാസൻ എന്നെ കളിയാക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇങ്ങനെ അമേരിക്കക്കാര് ഓൾഡ് ടെസ്റ്റ്മെന്റും പിടിച്ചുകൊണ്ടിരിക്കുവാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എനിക്ക് കർത്താവിന്റെ കൃപയാൽ ഇങ്ങനെ ഓൺലൈൻ ബൈബിൾ കോളേജ് തുടങ്ങുന്നു, ഒരു നാട്ടിലൊരു കോളേജ് തുടങ്ങുന്നു എന്ന് അറിഞ്ഞു. അങ്ങനെ അതിനുവേണ്ടി മുഖാന്തരങ്ങൾ എബനീസർ പാസ്റ്റർ എന്ന് പറയുന്ന നാട്ടിലൊരു ദേവദാസൻ വഴിയായിട്ട് ആ
ദേവദാസന്റെ മോൾ വഴിയായിട്ട് എനിക്ക് അങ്ങനെ പഠിക്കാനായിട്ട് ദൈവം ഒരു അവസരം ഒരുക്കി തന്നു. അതിന് പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊന്നും എനിക്ക് പണമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഷാജി പാസ്റ്റർ അതിനുള്ള മുഖാന്തരങ്ങളൊക്കെ ഒരുക്കി തന്ന് എനിക്കൊരു സെക്കുലർ ഡിഗ്രി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 3 വർഷം MD എടുക്കുവാനായിട്ട് കർത്താവ് എനിക്ക് കൃപ തന്നു. പ്രിയ ദൈവമക്കളെ, 26-27 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാണ്, നീ കർത്താവിന്റെ വചനം പ്രഘോഷിക്കുമെന്ന്. എനിക്ക് ആദ്യമൊക്കെ വചനം പറയാനൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം കർത്താവിന്റെ കൃപയാൽ ഇന്ന് കയറിയ ഗൂഗിൾ മീറ്റും സൂമിനും ഒന്നും ഒരു കണക്കില്ല. പക്ഷെ എന്നെ പോലെ നിങ്ങൾ കർത്താവിന്റെ വചനം പ്രഘോഷിക്കാനോ ഒരു സാക്ഷ്യം പറയാനോ ഒക്കെ ധൈര്യമില്ലാത്ത വ്യക്തി ജീവിതങ്ങൾ ഈ സൂമിലുണ്ട്. ഞാൻ പറയുകയാണ്, അടിയനെ കർത്താവ് ബലപ്പെടുത്തിയത് കർത്താവിന്റെ ജീവനുള്ള വചനം കൊണ്ടാണ്. അപ്പന്റെ വചനത്തെ നമ്മൾ വിശ്വസ്തയോടെ ഹല്ലേലൂയ സ്തോത്രം അത് ഏറ്റെടുത്ത് നമ്മൾ ആ വചനത്തോട് നീതി പുലർത്തുമെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ വളർത്തും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഈയിടെയൊക്കെ പല ദേവദാസിമാരുടെയും ഒക്കെ മെസ്സേജസ് ഒക്കെ കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഒത്തിരി ഉറക്കം എന്നൊക്കെയാ പറയുന്നത്. എനിക്ക് അങ്ങനൊന്നും പറയാൻ അറിയത്തില്ല. എൻ്റെ അപ്പൻ എനിക്ക് നാവിൽ തരുന്ന കാര്യങ്ങൾ, വ്യക്തി ജീവിതങ്ങളെ വിവേചിപ്പാനും ഒക്കെ കർത്താവ് നമ്മളെ വളർത്തിയെടുക്കും. നമ്മളൊരു ശിശുവിനെ പോലെ അപ്പന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെ വളർത്തി തരുവാൻ എൻ്റെ സർവശക്തനായ ദൈവം മതിയായവനായിരിക്കാൻ അവനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇനിയും സാക്ഷ്യങ്ങൾ പറയാനാണെങ്കിൽ ഇനിയും ഒത്തിരി ഉണ്ട്. നമുക്കിന്ന് അല്പമായിട്ട് കർത്താവിന്റെ ജീവനുള്ള വചനത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ തിരിക്കാം. ഞാൻ എൻ്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് 14 വർഷമായി ഞങ്ങൾ ഈ ഭവനത്തിൽ വന്നിട്ട്, പഴയ വീട്ടിൽ ഞങ്ങൾ താമസിച്ചിരുന്ന സമയത്ത് അവിടെ ദൈവമക്കളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ വീട്ടിൽ ഒരു ദേവദാസനോ ഒരു ദേവദാസിക്കോ കടന്നു വരാൻ എൻ്റെ വീട്ടിൽ സ്വാതന്ത്ര്യമില്ലാത്തൊരു സ്ഥാനത്താണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ ഭവനത്തിൽ ഇരുന്നുകൊണ്ട്, അപ്പൊ ആദ്യമൊക്കെ ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരുന്ന കാറിൽ ഇരുന്നുകൊണ്ടായിരുന്നു. കാരണം എനിക്ക് വീട്ടിൽ അതിനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അച്ചാച്ചന് അതിനുള്ള സമ്മതമൊന്നും എനിക്ക് തരത്തില്ലായിരുന്നു. പിന്നീടാണ് ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞത്, ഭവനത്തിൽ ഇരുന്ന് വചനം പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ ഭവനത്തിന് അതൊരു വിടുതലാണെന്ന്. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് അച്ചാച്ച ഇപ്പോഴും മേളിലുണ്ട്. കർത്താവിന്റെ നീതിയുള്ള വചനം വിശ്വസ്തയോടെ പറയുവാൻ, ഭയമില്ലാതെ പറയുവാൻ, പ്രാർത്ഥിപ്പാനൊക്കെ എൻ്റെ ദൈവം എനിക്ക് കൃപ തരുന്നതിനായി എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് വിവേചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭവനത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാത്തവർ ഇതിനകത്തുണ്ട്. നിങ്ങൾ ധൈര്യത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഒരു പൊട്ടിയെ പോലെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളായി ഇരിക്കുന്ന കർത്താവിന്റെ വചനം പറയുന്നു, അവൻ ഇടുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തിയെന്ന്. നമ്മളായി ഇരിക്കുന്ന സാഹചര്യത്തിൽ ആദ്യം ചിലപ്പോൾ നമുക്ക് കൊച്ചൊരു മുറിയിൽ ഇരുന്നായിരിക്കും, ചിലരൊക്കെ വാക്കിംഗ് ക്ലോസറ്റിൽ ഇരുന്ന് വചനം പറയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ വിശാലതയിലേക്ക് വരുത്തുവാൻ അവൻ വിശ്വസ്തനായിരിക്കാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പേടിച്ചു പോകരുത്. പേടിക്കുമ്പോഴാ ശത്രു നമ്മളിൽ പ്രബലനാകുന്നത്. അത് നമ്മൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കല്ല. ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു, പുള്ളിക്കാരൻ താഴത്തോട്ട് ഇറങ്ങി വരുമോ, ഇത് കേൾക്കുമോ, ഇതൊക്കെ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ഇന്ന് രാവെന്നില്ല പകലെന്നില്ല, ഏത് സമയത്തും കർത്താവിന്റെ നാമത്തെ പ്രഘോഷിക്കുവാൻ എൻ്റെ സർവശക്തനായ ദൈവം എനിക്ക് ധൈര്യം തന്നതിനായി എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് വചനം പറയാനാണോ ആഗ്രഹം, സാക്ഷ്യം പറയാനാണോ ആഗ്രഹം, അതിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും നിങ്ങൾക്കില്ലേ? അപ്പന്റെ കരത്തിലേക്ക് ഒരു പൊട്ടിയെ പോലെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ സർവശക്തനായിരിക്കാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ സമയത്ത് വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് വചനം പറയാനൊക്കെ, അപ്പൊ ആദ്യമൊക്കെ ഞാൻ മേളത്തെ ഒരു റൂമിൽ ഇരുന്നായിരുന്നു പറയുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ഇറങ്ങി വന്ന് എന്നെ വഴക്ക് പറയുമായിരുന്നു, ഇവിടെ ഇരുന്ന് ഹല്ലേലൂയായും സ്തോത്രവും വെളുപ്പിനെ ഒന്നും എഴുന്നേറ്റ് പറയാൻ പറ്റത്തില്ല, ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് വേണമെങ്കിൽ നീ ബേസ്മെന്റിൽ പോയിരുന്നു പറഞ്ഞോണോന്ന്. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞതുപോലെ ഇന്നിപ്പോ സ്വാതന്ത്ര്യമായിട്ട് ഇവിടെ ഇരുന്ന് കർത്താവിന്റെ വചനം പറയാനൊക്കെ എൻ്റെ സർവശക്തനായ ദൈവം ഈ ഭൂമുഖത്ത് അടിയന് ഭാഗ്യം തന്നിരിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തനിയെ വിശ്വാസത്തിൽ നിൽക്കുന്ന വ്യക്തി ജീവിതമേ, ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? തനിയെ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ, നിങ്ങളുടെ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിപ്പാൻ, ഹല്ലേലൂയ, കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഒന്നും നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ലേ? നിങ്ങളുടെ അവസ്ഥയെ ദൈവത്തോട് പറയുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടി സാഹചര്യങ്ങളെ അനുകൂലമാക്കി തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായിരിക്കും.
ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശപ്പച്ചൻ തന്ന ഒരു നുറുങ്ങ് ചിന്ത, ഇനിയും എന്നെ സൂസൻ സിനൽ സിസ്റ്റർ വിളിച്ചാൽ ഇനിയും വീണ്ടും വന്ന് ബാക്കി സാക്ഷ്യങ്ങൾ പറയാം. എന്തായാലും നമുക്കിന്നത്തെ തൽക്കാലം കർത്താവിന്റെ വചനത്തിന്റെ ഏടുകളിലേക്ക് നമ്മുടെ കണ്ണുകളെ തിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഭവനത്തിൽ സ്വാതന്ത്ര്യമില്ലാത്ത വ്യക്തി ജീവിതങ്ങളെ നോക്കി ഇന്ന് കർത്താവിന്റെ നീതിയുള്ള വചനത്തിലൂടെ ഒരു നുറുങ്ങ് ചിന്ത നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൊർന്നേലിയോസിന്റെ ഭവനത്തെ കുറിച്ചാണ് കർത്താവ് ഇന്ന് എനിക്ക് വിവേചിച്ച് തന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനായിട്ട് ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 22 നമ്മുടെ കണ്ണുകളെ തിരിക്കാം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 22. അതിന് അവർ, നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനും ആയ കൊർന്നേലിയോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണമെന്ന് ഒരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 22. They said, Cornelius, a centurion, a righteous and God-fearing man, well spoken of by the entire nation of the Jews, was divinely directed by a holy angel to send for you to come to his house and hear a message from you. എൻ്റെ ദൈവത്തിന് സ്തോത്രം. Acts chapter 10 verse 22. ഇന്നത്തെ ഈ നുറുങ്ങ് ചിന്തയിൽ കൊർന്നേലിയോസിന്റെ വീടിന്റെ 7 ഗുണങ്ങളെ പറ്റിയാണ് പരിശുദ്ധാത്മാവ് വിവേചിച്ച് തന്നിരിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ തിരുവചനത്തിന്റെ മുന്നിലിരിക്കുമ്പോൾ ഈ ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യേശോപ്പച്ചനോട് നമുക്ക് പറയാം, അപ്പാ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു തീരുമ്പോൾ ഈ ഫെലോഷിപ്പ് അവസാനിക്കുന്നതിന് മുമ്പായി ഈ ഗുണഗണങ്ങൾ അടിയന്റെ ഭവനത്തിലും വേണമേ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പന്റെ സന്നിധിയിൽ തുറന്ന മനസ്സോടെ നമുക്ക് യേശുപ്പച്ചനോട് പറയാം. ഇത് തരാൻ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 3:30 പറയുന്നുണ്ട്, ഈ കൊർന്നേലിയോസിന്റെ ഭവനം ഒരു പ്രാർത്ഥനയുള്ള വീടാണെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും വീട് ഒരു പ്രാർത്ഥനയുള്ള വീടാണോ? അതോ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി വൈകിട്ട് വന്ന് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്കും എന്നാ വേഗം ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് കിടക്കാമെന്നോ അങ്ങനെയുള്ള ഒരു ഇതാണോ? അല്ലെങ്കിൽ രാത്രി വരുമ്പോഴത്തേക്കും ക്ഷീണമായി ഇനി നാളെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഭവനമാണോ നിങ്ങളുടേത്? കർത്താവ് നമ്മളോട് പറയുകയാണ്, എന്റെയും നിങ്ങളുടെയും ഭവനം എപ്പോഴും ഒരു പ്രാർത്ഥനയുള്ള ഒരു വീടായിരിക്കണമെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഒരു ഭക്തന്റെ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭവനത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. പേഴ്സണൽ പ്രെയർ പോലെ തന്നെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എൻ്റെ കുടുംബത്തിൽ ഇപ്പം അങ്ങനെ ഒരു ഫാമിലി പ്രെയർ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കൂടെ ഞാൻ പ്രാർത്ഥിക്കും. അതല്ലാതെ എൻ്റെ ഭവനത്തിൽ ഒരു കുടുംബ പ്രാർത്ഥന എന്ന് പറയാൻ അച്ചാച്ചൻ മറ്റൊരു വിശ്വാസത്തിൽ നിൽക്കുന്നത് കൊണ്ട് അത് സാധിക്കുന്നില്ല. പക്ഷേ ഞാനും ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ, അടിയന്റെ ഭവനം രാവും പകലും ഹല്ലേലൂയ സ്തോത്രം സ്വർഗീയ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ഭവനമായി മാറുവാൻ, എൻ്റെ ദൈവത്തിന് സ്തോത്രം, പ്രാർത്ഥനയുള്ള ഒരു ഭവനമായി മാറുവാൻ യേശുപ്പച്ചന്റെ കരത്തിലേക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തൊരു ഭവനമാണോ നിങ്ങളുടേത്? ഇന്ന് പകൽക്കാലം നമ്മൾ ടിവിയും സോക്കറും ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന അതൊക്കെ മാറ്റിവെച്ച് ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഭവനം ഒരു പ്രാർത്ഥനയുള്ള ഒരു വീടായി മാറുവാൻ യേശുപ്പച്ചന്റെ കരത്തിലേക്ക് നമുക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 2 ആക്ട്സ് 10 വേഴ്സ് 3:30 പറയുന്നുണ്ട്, ദൂതൻ വന്ന വീടിനെ പറ്റി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ ദൈവദൂതന്മാരെന്ന് പറയുന്നത് അവർ സ്വർഗീയ വാസികളാണ്. ഈ അവരില് വലിയൊരു പക്ഷം ഈ നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് ഗാർഡിയൻ ഏഞ്ചൽസ് എന്ന് പറയുന്നവരാണ് ഈ ഏഞ്ചൽസ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്ക് നമ്മുടെ റിയൽ ഐസ് കൊണ്ട് നമുക്ക് അവരെ ചിലപ്പോൾ കാണാൻ സാധിച്ചെന്ന് വരത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. പല സമയത്തും എന്നാൽ ചില പ്രത്യേക അവസരങ്ങളിൽ ഈ ഏഞ്ചൽസ് പ്രത്യക്ഷപ്പെടും. കർത്താവിന്റെ കൃപയാൽ അടിയനും ഈ ഏഞ്ചൽസിനെ കാണാനായിട്ട് ഈ എന്താ ഇത്ര കുറ്റങ്ങളും കുറവുകളുമുള്ള അടിയന്റെ ജീവിതത്തിൽ അടിയന് 2 പ്രാവശ്യം കർത്താവ് ദൈവത്തിന്റെ കൃപയാൽ ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകാൻ എൻ്റെ സർവശക്തനായ ദൈവം അടിയന് ഭാഗ്യം തന്നു. ഒന്ന്, ഞാൻ ഈ വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചു, കർത്താവെ, ഈ ഏഞ്ചൽസിനെ എനിക്കും ഒന്ന് കാണണമെന്ന്. ഞാൻ ആദ്യം കണ്ട
ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ദാൻ ഞങ്ങളുടെ ഭവനം ഒരു കത്തീഡ്രൽ സീലിംഗ് ഉള്ള ഒരു വീടാണ്. അപ്പൊ അവിടെ ഞാൻ ലിവിംഗ് റൂമിൽ മണിക്കൂറുകളോളം അന്ന് ദൈവത്തിന്റെ സന്നിധിയിലിരുന്നു ഇങ്ങനെ ഒരു വിസിറ്റേഷന് വേണ്ടി. എന്നെ കർത്താവ് അന്നത്തെ ദിവസം ഒരു ഏഞ്ചൽ പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ആ ഏഞ്ചലിന്റെ അടുത്ത് പോയി ചിറകിന്റെ അടുത്ത് പോയി എന്നെ ഏഞ്ചൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയായി. പ്രിയ ദൈവമക്കളെ, ഇതുപോലുള്ള നമ്മൾ വചനത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് ഈ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ. ഈ കാലഘട്ടത്തിലും ഇതൊക്കെ സാധ്യമാണ്. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവെ, ഞങ്ങൾ ഈ വചനം എന്താ പറയുന്നത് ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വചനത്തിന് ജീവൻ വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ദൂതന്റെ വിസിറ്റേഷൻ ഒക്കെ ഹല്ലേലൂയ ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ആഗ്രഹിക്കണം. രണ്ടാമതായി ഏഞ്ചലിന്റെ വിസിറ്റേഷൻ ഉണ്ടായത് അതെന്റെ മോനും അതിനൊരു ഭാഗ്യം കർത്താവ് തന്നു. ഞങ്ങൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഇവിടെ ഒത്തിരി സ്നോ ആയിരുന്നു. അപ്പൊ ഞാൻ എന്റെ രണ്ടാമത്തെ മോളെ ഞാനും മോനും സ്കൂളിൽ കോളേജിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളുടെ ഈ ഡ്രൈവേ ഇച്ചിരി വലിയ ലോങ് ഡ്രൈവേയാ. അപ്പൊ ഈ വണ്ടി വീട്ടിന്റെ അകത്തോട്ട് കയറ്റാൻ സാധിക്കുന്നില്ല. അപ്പൊ പകുതി വണ്ടി വെളിയിലും പകുതി വണ്ടിയുടെ ഹാഫ് പോർഷൻ അകത്തുമായിട്ട് നിൽക്കുക. രാത്രി 10:30 മണിയായി. ഒരു രീതിയിലും നമുക്ക് ആ സമയത്തൊന്നും സ്നോ ഷവലിംഗ് കമ്പനിയൊക്കെ വിളിച്ചാൽ കിട്ടത്തില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, ഉണ്ടായിരുന്ന പൈസ മോൾക്ക് കൊടുത്തിട്ട് വന്നു, ഇനിയിപ്പോ ആരെയായി രാത്രിയിൽ വിളിക്കുന്നതെന്ന്. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഒരു പ്രിഡോമിനന്റ്ലി വൈറ്റ് കമ്മ്യൂണിറ്റിയിലാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സഹായിക്കുന്ന മനുഷ്യരൊന്നുമല്ല. അവരുടെ സ്നോ ബ്ലോവർ വെച്ചിട്ട് ഞങ്ങൾ ഈ വണ്ടി കയറ്റാൻ ബുദ്ധിമുട്ടുന്നു. അപ്പൊ മോന് വെളിയിൽ ഇറങ്ങി വന്ന് ഞങ്ങളുടെ സ്നോ ബ്ലോവർ കേടായതുകൊണ്ട് ഷവൽ എടുത്ത് അവനിങ്ങനെ നീക്കാൻ ശ്രമിക്കുക. പക്ഷെ എന്ത് ചെയ്തിട്ടും സ്നോ നീക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഭാരപ്പെട്ടിരുന്ന സമയത്ത്, കർത്താവെ, നീ ഒരു ദൂതനെയെങ്കിലും വിട്ടിരുന്നെങ്കിൽ ഞാൻ വണ്ടിയിൽ ഇരുന്ന് ദൈവത്തോട് പറഞ്ഞു പോയി. ആ സമയത്ത് പെട്ടെന്ന് എന്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ നോക്കിയപ്പം ഒരു കൊച്ചു മനുഷ്യൻ സ്നോ ബൂട്ടൊക്കെ ഇട്ട്, അതായത് സ്നോ സൂട്ടൊക്കെ ഇട്ട് ഇങ്ങനെ സ്നോ ബ്ലോവറും കൊണ്ട് വന്നു. എന്നിട്ട് എബിയുടെ അടുത്ത്, എന്റെ മോന്റെ പേര് ഞങ്ങൾ ഏബ്രഹാം എന്നാണെങ്കിൽ അവനെ എബി എന്നാണ് വിളിക്കുന്നത്. എബിയോട് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഡോണ്ട് ബ്രേക്ക് യുവർ ബാക്ക്, നിന്റെ നടു നീ കളയണ്ട, ഞാനിത് നീക്കി തരാന്ന്. അപ്പൊ എബി ആ മനുഷ്യനോട് പറഞ്ഞു, എന്താ, ഞങ്ങൾക്ക് ഈ വണ്ടി കയറ്റാനും മാത്രമുള്ള ഒരു സ്ഥലത്തോട്ട് അത്രയും മാത്രം ഞങ്ങൾക്ക് സ്നോ നീക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ അത്രയും വലിയ ലോങ് ഡ്രൈവേ, നോർമൽ കേസിൽ സ്നോ നീക്കണമെങ്കിൽ ക്ലോസ് ടു 45 മിനിറ്റ്സ് എടുക്കും. പക്ഷേ ഏകദേശം 15 മിനിറ്റ് കൊണ്ട് ആ ഫുൾ ഡ്രൈവേ ഞങ്ങൾക്ക് വേണ്ടി ക്ലീൻ ചെയ്തു തന്നു. അപ്പൊ ഞാൻ എബിയോട് മലയാളത്തിൽ ഇങ്ങനെ പറയുക, അദ്ദേഹമേ, അപ്പൊ ഇയാൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ നെയ്ബർ ആണെന്ന്. പക്ഷെ ഈ 14 വർഷം ഇവിടെ താമസിച്ചിട്ടും ഇങ്ങനെ ഒരു നെയ്ബറിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഫുള്ള് ഇങ്ങനെ സ്നോ സൂട്ടിൽ ആ പടം 2 കണ്ണ് മാത്രമേ കാണത്തുള്ളൂ, ഫുള്ള് ഫേസ് എല്ലാം കവർ ചെയ്തിരിക്കുക. അപ്പൊ ഞാൻ എബിയോട് പറഞ്ഞു, എടാ, കൊടുക്കാനായിട്ട് പൈസ പോലും നമ്മുടെ കയ്യിലില്ല. അപ്പൊ ഞാൻ എബി പറഞ്ഞു, നമ്മുടെ നെയ്ബർ അല്ലേ, അപ്പൊ നമുക്ക് കണ്ടുപിടിച്ചിട്ട് അവരുടെ മെയിൽ ബോക്സിൽ കൊണ്ട് പൈസ വെക്കാവുന്നു. അന്നേരവും ഞാൻ ആലോചിച്ചു, കർത്താവ് എന്ത് ചെയ്യുന്നു, എന്തായാലും സ്നോ നീക്കി തന്നിട്ട് ഒരു ഫിംഗർ ഫിസ്റ്റ് ഒക്കെ. അപ്പൊ ഈ കോവിഡിന്റെ സമയമായതുകൊണ്ട് അതായത് എന്താ പറയുന്നത്, പ്രിക്കോഷണറി മെഷറായിട്ട് പുള്ളിക്കാരൻ ഹൈഫൈ ഒന്നും തരാതെ ഫിംഗർ ഫിസ്റ്റ് തന്നിട്ട് ഈ മനുഷ്യൻ അങ്ങ് പോയി. അപ്പൊ വീണ്ടും ഞാൻ ഈ പുള്ളിക്കാരൻ ഞങ്ങളോട് വർത്താനം പറയുന്ന സമയത്ത് ഞാൻ ഈ പുള്ളിക്കാരനെ നോക്കുക, ഇങ്ങനെ ഒരു നെയ്ബറിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പൊ ഈ കണ്ണിലോട്ട് സൂക്ഷിച്ചു നോക്കിയപ്പോ 2 വെള്ളാരം കണ്ണ് മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഞാൻ ഈ പുള്ളിക്കാരൻ നടന്ന് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, യേശുപ്പച്ച, ഇതാരാ, ഇങ്ങനെ ഒരു നെയ്ബറിനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, അതെ, നീയല്ലേ പറഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആരുമില്ലെന്ന്, അതുകൊണ്ട് ഞാനൊരു ദൂതനെ വിട്ടതാണ്. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, യേശുപ്പച്ചപ്പോ ഞാൻ ഈ പിള്ളേരോട് വർത്താനം പറയുന്നത് പോലെയാ കർത്താവിനോട് വർത്താനം പറയുന്നത്. അപ്പൊ ഞാൻ യേശുപ്പച്ചനോട് ചോദിച്ചു, കർത്താവെ, ഇങ്ങനെ ഒരു നെയ്ബർ ദൂതനെ കഴിഞ്ഞ പ്രാവശ്യം നീ വിട്ട ദൂതൻ വലിയ ദൂതനായിരുന്നല്ലോ എന്ന്. അപ്പൊ എന്റെ യേശുപ്പച്ച തമാശയൊക്കെ പറയുന്നത് കർത്താവാകട്ടോ. കർത്താവ് എന്നോട് പറഞ്ഞു, അന്ന് നിന്റെ അടുത്ത് വലിയ ദൂതനെ വിട്ടു, ഇപ്പൊ ഞാൻ വലിയ ദൂതനെ വിട്ടാ നീ നിന്റെ മോനും പേടിച്ചു പോകത്തില്ല, നിന്റെ മോൻ പേടിച്ചു പോകത്തില്ലേ, അതുകൊണ്ട് ആ കൊച്ചു ദൂതനെ വിട്ടേന്ന്. പ്രിയ ദൈവമക്കളെ, ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാ. അങ്ങനെ ഞാൻ എന്റെ മോനോട് പറഞ്ഞു, മോനെ, ഈ പ്രായത്തിൽ നിനക്ക് കർത്താവിന്റെ ഒരു ഏഞ്ചലിന്റെ ഒരു വിസിറ്റേഷൻ ഉണ്ടാകാൻ സ്വർഗത്തിലെ ദൈവം നിനക്ക് ഭാഗ്യം തന്നു. പ്രിയ ദൈവമക്കളെ, ഇതൊക്കെ നാം ആഗ്രഹിക്കണം. നമ്മുടെ മക്കള് രാവിലെ സ്കൂളിലോട്ടും കോളേജിലോട്ടും ഒക്കെ ജോലിക്കും ഒക്കെ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും അവരുടെ കൂട്ടത്തിൽ പോകാൻ പറ്റത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാനും ദൈവദൂതന്മാരുടെ സംരക്ഷണം അവരുടെ മേൽ ഏർപ്പെടുത്താനും ഒക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ. പക്ഷേ ഏഞ്ചല് കൂടെ വന്ന് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ പഠിപ്പിക്കുന്ന, നമുക്ക് സംരക്ഷണം തരുന്ന ഈ അനുഭവങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാ. പ്രിയ ദൈവമക്കളെ, ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയൊക്കെ നാം ആഗ്രഹിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ഈ കാലയളവില് എന്റെ കുഞ്ഞിനും അടിയനും രണ്ടാമതൊരു ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകുവാൻ എന്റെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ.
ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഈ ദൂതൻ വന്ന വീടായിട്ട് നമ്മുടെ ഭവനം മാറുവാൻ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് മുതൽ ദൈവത്തോട് പറയണം, കർത്താവെ, പ്രീതി സിസ്റ്ററിന്റെ വീട്ടില് ദൂതൻ വന്നുവെങ്കിൽ എന്റെ വീട്ടിലും വരണമെന്ന്. ഇതൊക്കെ നടത്തി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എന്താ പറയുന്നത്, കർത്താവിന് അങ്ങനെ ഒരു പാർഷ്യാലിറ്റി ഒന്നും കാണിക്കുന്ന കർത്താവല്ല. അപ്പനോട് നമ്മൾ പറയണം, അപ്പ ദൂതൻ വന്ന ഒരു ഭവനമായി എൻ്റെ ഭവനം മാറാൻ വേണ്ടി യേശുപ്പച്ചന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശുപ്പച്ചന്റെ കരത്തിലേക്ക് ഇന്ന് പകൽക്കാലം നമ്മുടെ ഭവനത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമതായി ഈ കൊർന്നേലിയോസിന്റെ ഭവനത്തിന്റെ ഒരു മൂന്നാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ ദൂത് വെളിപ്പെട്ട വീടായിരുന്നു. ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 5:22 പറയുന്നുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് കാശുണ്ടെങ്കിൽ നമുക്ക് എത്ര പ്രവാചകന്മാരെയോ പ്രവാചകിമാരെയോ ഒക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ ഒരു ഭവനത്തിൽ ദൂത് വെളിപ്പെടണമെങ്കിൽ നാം ഒരുങ്ങിയിരിക്കണം. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ചില വീടുകളിലൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം എത്ര പ്രാർത്ഥിച്ചാലും ചില സമയങ്ങളിൽ ദൂതുകളൊന്നും വെളിപ്പെടത്തില്ല. അത് നമ്മുടെ കുറവുകൾ കൊണ്ടാ, അല്ലാതെ വന്നവരുടെയോ ഹല്ലേലൂയ സ്തോത്രം വന്ന ദൈവദാസന്റെയോ കുറവല്ല, നമ്മുടെ കുറവ് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിന്റെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന നടക്കുമ്പോൾ ദൂത് വെളിപ്പെടാതിരിക്കുന്നുണ്ടോ, അപ്പന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ഭവനം ദൂത് വെളിപ്പെടുന്ന ഒരു ഭവനമായി ഹല്ലേലൂയ അനേകർക്കൊരു അത്ഭുതമായി അനേകർക്കൊരു ആശ്വാസമായി തീരുന്ന ഒരു ഭവനമായി മാറുവാൻ യേശുപ്പച്ചന്റെ കരത്തിലേക്ക് നമുക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാലാമതായി കൊർന്നേലിയോസിന്റെ ഭവനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവദാസൻ കയറിയ വീടായിരുന്നു. ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 24. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ പത്രോസ് എന്ന ഈ ദൈവദാസൻ കൊർന്നേലിയോസിന്റെ വീട്ടിൽ ശുശ്രൂഷയ്ക്ക് വരണമെന്ന് കർത്താവാണ് തീരുമാനിച്ചത്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തിൽ ഒരു ദൈവദാസനോ ദൈവദാസിയോ വരാനായിട്ട് സ്വാതന്ത്ര്യമില്ലാത്തൊരു ഭവനമാണോ? എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ഭവനത്തിൽ ഇന്നുവരെയും ഒരു ദൈവദാസന് കടന്നു വന്ന് സ്വാതന്ത്ര്യത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഞാൻ അത്യധികം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്റെ അപ്പ ഹല്ലേലൂയ ഈ ഭവനത്തിൽ ഹല്ലേലൂയ ഒരു ദൈവദാസി കടന്നു വന്ന് പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ നിങ്ങളുടെ ഭവനത്തിൽ അങ്ങനെ ഒരു ആരാധനാ സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ലേ? നിങ്ങളുടെ ഭവനത്തിൽ ദൈവദാസന്മാരോ ദൈവദാസന്മാർക്കോ കടന്നു വരുവാൻ പ്രിയപ്പെട്ടവൻ സമ്മതിക്കുന്നില്ലേ? ഇന്ന് പകൽക്കാലം ഈ കൊർന്നേലിയോസിന്റെ ഭവനത്തിന് അങ്ങനെ ഒരു ഭാഗ്യം കർത്താവ് കൊടുത്തുവെങ്കിൽ നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവദാസന്മാരും ദൈവദാസിമാരും നമ്മുടെ ഭവനത്തിൽ കടന്നു വരുവാൻ, ആരാധന ഉയരുവാൻ, ഉപവാസ പ്രാർത്ഥനകൾ, വിടുതലിന്റെ ശുശ്രൂഷകൾ ഇതൊക്കെ നടക്കുവാനായിട്ട് യേശുപ്പച്ചന്റെ കരത്തിലേക്ക് നമുക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. എന്റെ ദൈവത്തിന് സ്തോത്രം. അഞ്ചാമത്തെ കൊർന്നേലിയോസിന്റെ ഭവനത്തിന്റെ ഗുണഗണം ദൈവമുള്ളൊരു വീടായിരുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 33. അപ്പൊ ഈ പത്രോസ് വന്ന സമയത്ത്, പത്രോസ് ഈ ഭവനത്തിലേക്ക് ചെന്ന സമയത്ത് പത്രോസിന് മനസ്സിലായി, എന്റെ ദൈവത്തിന് സ്തോത്രം, അതായത് ഇവരെല്ലാവരും ദൈവത്തിന്റെ മുന്നിൽ കൂടി വന്നിരിക്കുകയാണെന്ന്. എന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ ദൈവം ആ ഭവനത്തിൽ ഉണ്ടെന്ന് ഗൃഹനാഥന് നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഭവനത്തിൽ ആരെങ്കിലും കടന്നു വരുമ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടോ ഹല്ലേലൂയ നമ്മുടെ ഭവനത്തിൽ ദൈവമുണ്ടെന്ന്? അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്ന് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങാം. ആരെങ്കിലും നമ്മുടെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ, എന്റെ ദൈവത്തിന് സ്തോത്രം, നമ്മൾ ആരെങ്കിലും ഡ്രൈവ് ചെയ്ത് നമ്മുടെ ഭവനത്തിന്റെ മുന്നിലൂടെ പോകുമ്പോൾ ഈ ഭവനം ദൈവത്താൽ അറിയപ്പെടുന്ന ഒരു ഭവനമാണെന്ന് ഹല്ലേലൂയ സ്തോത്രം. ഈ ഭവനത്തിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ, ദൈവമക്കളോടുകൂടെ കൂട്ടായ്മ ആചരിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം വിടുതൽ ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഭവനമായി നമ്മുടെ ഭവനം മാറുവാൻ തക്കോണം യേശുപ്പച്ചന്റെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആറാമതായി കൊർന്നേലിയോസിന്റെ ഭവനത്തിന്റെ മറ്റൊരു ഗുണഗണം വീട്ടിൽ വന്നവരെ സത്യം ഗ്രഹിപ്പിച്ച വീടായിരുന്നു എന്ന്. ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 34-36. ഹല്ലേലൂയ. ഈ പത്രോസ് ഒരു വലിയ കർത്തദാസനായിരുന്നു. എന്നാൽ ഈ വീട്ടിൽ വെച്ചാണ് തനിക്കൊരു വാസ്തവമായിട്ടൊരു സത്യം മനസ്സിലാക്കിയത്. അതായത് ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന്, അതായത് യഹൂദനെയും അല്ലാത്തവനെയും ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നുവെന്ന് പത്രോസിന് അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും ഭവനത്തിൽ ആരൊക്കെ കടന്നു വന്നാലും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ ഭവനം സത്യം ഗ്രഹിപ്പിക്കുന്ന ഒരു ഭവനമാണ്. നമ്മൾ ഇന്ന് ഈ അനുഭവിക്കുന്ന ഈ സന്തോഷം, ശാന്തലേ ഹല്ലേലൂയ, നമ്മൾ അറിഞ്ഞ ഈ സത്യം, നമ്മൾ നിത്യജീവന്റെ അവകാശിയായെങ്കിൽ ഹല്ലേലൂയ
നമ്മുടെ ഭവനത്തിൽ കടന്നു വരുന്ന വ്യക്തി ജീവിതങ്ങളെ സത്യം ഗ്രഹിപ്പിക്കാൻ അങ്ങനെയൊരു നമുക്ക് അതിനൊരു ധൈര്യം, ഹാലേലൂയ, രക്ഷ എന്താണെന്നും രക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നു വരുമ്പോൾ നിത്യജീവന്റെ അവകാശിയാകുവാൻ എന്തൊക്കെ ചെയ്യണമെന്നും സാൽവേഷനെ കുറിച്ചൊക്കെ ഒരു ലോസ്റ്റ് സോളിനെ സേവ് ചെയ്യുവാനായിട്ട് ഹാലേലൂയ എനിക്കും നിങ്ങൾക്കും അവരോട് സംസാരിക്കാനായിട്ട്, അതായത് നമ്മുടെ ഭവനത്തിൽ അവർ കടന്നു വരുമ്പോൾ ഈ സത്യം ഗ്രഹിച്ച് മടങ്ങിപ്പോകുന്ന വ്യക്തി ജീവിതങ്ങളായി ആൾ മാറിയവരെ പോലെ അവർ വന്നിട്ട് പോകുവാൻ തക്കവണ്ണം ഇടയാക്കുവാൻ നമ്മുടെ ഭവനം അതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഭവനം സത്യം ഗ്രഹിപ്പിക്കുന്ന ഒരു ഭവനമായി മാറുവാൻ യേശുപ്പച്ചന്റെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ഏഴാമതായി ഈ കൊർന്നേലിയോസിന്റെ ഭവനത്തിന്റെ മറ്റൊരു ഗുണഗണം പരിശുദ്ധാത്മാവ് വന്ന വീടായിരുന്നു. ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 44. എന്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ പറയുന്നു, ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു എന്ന്. അതിനർത്ഥം പത്രോസിന് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. പ്രിയ ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും ഭവനത്തിൽ ആരാധന ഒരുക്കുമ്പോൾ, നമ്മളൊരു പ്രാർത്ഥന വെക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആരാധിച്ച് പരിശുദ്ധാത്മാവിനെ വരുത്തുവല്ല, അവർ വന്നിരിക്കുമ്പോൾ തന്നെ ആ പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ആ ഒരു സന്തോഷം അനുഭവിപ്പാൻ നമ്മുടെ ഭവനത്തിന് സാധിക്കുമോ? ഇന്ന് പകൽക്കാലം ഈ 7 ഗുണഗണങ്ങൾ നിങ്ങളുടെ ഭവനത്തിലില്ലെങ്കിൽ ഇന്ന് മുതൽ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. എന്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമ്മളുടെ ഭവനം ഒരു പ്രാർത്ഥനയുള്ള ഒരു ഭവനമായി മാറുവാൻ, ശാംസ മനഗത ബഗശന്തലെ, ദൂതൻ വന്നൊരു വീടായി മാറുവാൻ, ഹല്ലേലൂയ, ദൂത് വെളിപ്പെടുന്ന ഒരു ഭവനമായി, ദൈവദാസന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ഭവനമായി മാറുവാൻ, ദൈവം ഉള്ളൊരു വീടായി മാറുവാൻ, വീട്ടിൽ വന്നവരെ സത്യം ഗ്രഹിപ്പിക്കുന്ന ഒരു ഭവനമായി മാറുവാൻ, എന്റെ ദൈവത്തിന് സ്തോത്രം, പരിശുദ്ധാത്മാവ് വന്നൊരു വീടായി മാറുവാൻ, ഈ കൊർന്നേലിയോസിന്റെ ഭവനത്തിന്റെ ഗുണഗണങ്ങൾ നമ്മുടെ ഭവനത്തിനും ഉണ്ടാകുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം നമ്മുടെ ഭവനത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മൾ ഇനി അറിഞ്ഞ ആത്മീയ സന്തോഷം ശാന്തലെ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ, നമ്മുടെ ഭവനം ഒരു ആരാധനാലയമായി മാറുവാൻ, ഞങ്ങൾ ഈ പാർക്കുന്ന ഈ സ്ഥലത്ത് നല്ലൊരു ചേർച്ചില്ല, കുറച്ച് ദൂരത്തിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ എപ്പോഴും ദൈവത്തോട് പറയും, കർത്താവേ, നല്ലൊരു ആരാധനാ സ്വാതന്ത്ര്യമുള്ളൊരു ഭവനം, അതിനായിട്ട് ഞാൻ എൻ്റെ ഭവനത്തെ തുറന്നു കൊടുക്കുകയാണെന്ന്. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? ഈ കൊർന്നേലിയോസിന്റെ ഭവനത്തിന്റെ ഗുണഗണങ്ങൾ നിങ്ങളുടെ ഭവനത്തിനും അങ്ങനെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥതയോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. എന്റെ ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് വ്യക്തി ജീവിതങ്ങളെ വിവേചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ, ഹല്ലേലൂയ. ഭവനത്തിന്റെ പണി തുടങ്ങിയിട്ട് അത് തീർക്കാൻ പറ്റാത്തവരുണ്ട് ഈ കൂട്ടത്തിൽ, ഹല്ലേലൂയ. എനിക്കിങ്ങനെ ഒരു ഭവനം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവദാസന്മാരെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കാമായിരുന്നു, അതുപോലെ വിടുതലിന്റെ ശുശ്രൂഷ നടത്താമായിരുന്നു, ഉപവാസ പ്രാർത്ഥനകൾ നടത്താമായിരുന്നു. ഇങ്ങനെ വളരെ ചിന്തകളോടുകൂടെ ഒത്തിരി ആഗ്രഹങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്ന പ്രിയദാസിയെ, ശാംസ മനഗതബഗ ശന്തലെ എലിയാമ മോഹൻ സിസ്റ്റർ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പ്രിയദാസിയെ വിവേചിക്കുന്നു. ഷേക്കാമാന റീകാബാന ദീകാശാദി റൂമാദാരി ധീരാസാര ശകദം ബലകം ദിനദം ദരകം ധനാദി രഗനാരി ഭാലികടകതബഗ ശന്തലെ, രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പ ഇന്ന് പകൽക്കാലം വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് പ്രിയദാസിയുടെ ഒരു ഭവനത്തിന്റെ ആഗ്രഹത്തിന് വേണ്ടി പ്രിയദാസി പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനത്തിൽ അടിയൻ വായിക്കുന്നു, കർത്താവെ, ഐസയാലും ജെർമയാലും പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ ഭവനത്തെ ഉണ്ടാക്കി അതിൽ പാർക്കും, തോട്ടങ്ങളെ ഉണ്ടാക്കി അതിലെ ഫലം അനുഭവിക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രിയദാസി ആ ദേശത്തായി, ഹല്ലേലൂയ, അനേക വർഷങ്ങളായി സ്വന്തമായിട്ടൊരു ഭവനം, ഒരു പാർപ്പിടം എന്റെ ദാസിയുടെ സ്വപ്നമാണ്. കർത്താവെ, അത് നിന്റെ മകൾക്ക് വേണ്ടി എന്റെ കർത്താവ് ശംസ മനഗതബഗ ശന്തലെ സൂദന തരകാലി ഘാടികതബഗ ശന്തല 2027 എന്റെ സ്വർഗത്തിലെ അപ്പൻ അതിനുള്ള പ്രാരംഭ നടപടികൾ എന്റെ അപ്പൻ കൽപ്പിച്ചാക്കിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾ, ദൈവദാസിമാർ കടന്നു വന്ന്, ഹല്ലേലൂയ, ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഉപവസിപ്പാൻ ശംസ മനഗതബഗ ശന്തലെ ആ ഭവനത്തെ കർത്താവ് ഒരുക്കിയെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തിരുസന്നിധിയിലേക്ക് നിന്റെ ദാസിയെ, ഹല്ലേലൂയ, കൂട്ടുദാസൻ നോക്കി നിൽക്കേ, ഹല്ലേലൂയ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ എന്റെ യഹോവയാൽ സംഭവിച്ചു, മാനുഷിക ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ നിന്റെ മകൾക്ക് വേണ്ടി എന്റെ അപ്പൻ ഒരു ഭവൻ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും നാട്ടിൽ പോകുമ്പോൾ നിന്റെ ദാസിയുടെ ഹൃദയത്തിലെ ആ വേദന എന്റെ അപ്പൻ കണ്ട് അതിന് മറുപടി കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായിട്ട്
സ്തോത്രം. ജെസി രാജു സിസ്റ്റർ, ഹാലലുയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പ്രിയദാസിയെ വിവേചിക്കുന്നു. ശംസ മനാദന റബനാസി കാരികലകടകഥ ശന്തലെ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ യഹോവേ നീ നിരസിക്കുകയില്ല. പലപ്പോഴും കർത്താവെ തകർച്ചകൾ മാത്രം തന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചു. അപ്പോഴൊക്കെയും ഹല്ലേലൂയ ഒരു കച്ചിത്തിരുമ്പ് പോലെ നിന്റെ മകളെ എന്റെ അപ്പൻ ഹല്ലേലൂയ വചനത്തിന്റെ തൊങ്ങൽ കൊണ്ട് ജീവിപ്പിക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ശാംസമനാദന റബന സികാരികല കടകതബക ശന്തലെ. പലപ്പോഴും ആരോടും പറയാൻ പറ്റാത്ത വേദനകൾ, ഹല്ലേലൂയ സ്തോത്രം. തീവ്ര ദുഃഖത്തിന് അടിമപ്പെടുമ്പോഴും ശാംസമനകതബക ശന്തലെ നിന്റെ വചനത്തിൽ അവൾ ആശ്വാസം കണ്ടെത്തുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കടന്നു പോകുന്ന അവസ്ഥകൾ നീ മാത്രം അറിയുന്ന കർത്താവെ. പലപ്പോഴും അപ്പ എന്നോട് നീ സംസാരിക്കണമേ എന്ന് പറഞ്ഞ പ്രിയദാസിയെ ശംസമനകതബക ശന്തലെ അപ്പന്റെ ശബ്ദം കേൾക്കുവാൻ ഈ നാളുകളിൽ എന്റെ ദാസിയുടെ കാതിനെ എന്റെ അപ്പൻ കൂർപ്പിക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും കർത്താവെ അവിശ്വാസത്തിന്റെ കണികകൾ നിന്റെ മകളെ ഭാരപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ യഹോവയുടെ വചനത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ നിന്റെ മകളെ എന്റെ അപ്പൻ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശംസമനകതബക ശന്തലെ. ശാരീരിക ബലഹീനതകളുടെ മധ്യത്തിലും എന്റെ അപ്പൻ നിന്റെ ദാസിയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കടന്നു പോകുന്ന അവസ്ഥകൾ പലപ്പോഴും കർത്താവെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഹൃദയ വേദനകൾ, ഭാരങ്ങൾ അപ്പന്റെ സന്നിധിയിൽ മാത്രം ഹല്ലേലൂയ കണ്ണുനീരൊഴുക്കി പറയുന്ന ദാസിയെ ശംസമനകതബക ശന്തലെ നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു.